എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 12K വിസ്താര സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചു. UDF ആഞ്ഞു വീശി, ഇടതുകോട്ടകൾ തകർന്ന് തരിപ്പണമായി. 102 സീറ്റിൽ ചരിത്ര വിജയം നേടി UDF. സംസ്ഥാന ഭരണം UDFിന്റെ കരങ്ങളിൽ. 13 മന്ത്രിമാർ തോറ്റമ്പിയായി തോറ്റു തുന്നമ്പാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് കഷ്ടിച്ച് കടന്നുകൂടി. 35 സീറ്റിലേക്ക് LDFിനെ ചവിട്ടി ഒതുക്കി. ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. UDFിന്റെ കണക്കുകൾക്ക് അപ്പുറമുള്ള വമ്പൻ വിജയം. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നീ 3 മണ്ഡലങ്ങൾ വിജയിച്ച് BJP കരുത്ത് കാട്ടി. സംഭവകരമായി ഇന്നത്തെ വോട്ടെണ്ണൽ. ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ വോട്ടെണ്ണൽ തത്സമയ സംപ്രേഷണം ഇപ്പോഴും നമ്മൾ തുടരുകയാണ്. ഇനിയാണ് കളി. തെരഞ്ഞെടുപ്പ് ഇഴകീറിയുള്ള വിശകലനം നമ്മൾ തുടങ്ങുന്നു. അത് പക്ഷേ നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു 3D വിഷ്വൽ മാജിക്കിന്റെ സാധ്യത ഉപയോഗപ്പെടുന്നു. ഗ്രേ ഇന്ററാക്റ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ ലൈവ് 3D അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. 4 മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ പരിപാടിയിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. 24 3D അനമോർഫിക് AR VR മെഗാ ഷോ. മണിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊപ്പം വരുന്നു KR ഗോപികൃഷ്ണൻ, ഹാഷ്മി താജ് ഇബ്രാഹിം. ഹാഷ്മി സൂപ്പർ, ഗോപി സൂപ്പർ ആൽ സൂപ്പർ. ഓക്കെ ഹാഷ്മി, ഇങ്ങനൊക്കെ ഒരു ടെക്നോളജി കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തു, ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ അതോ ഭരണ മാറ്റം മാത്രമാണോ, എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരമല്ല എന്നൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ ഗ്രാൻഡ് ഡിബേറ്റിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ഒരു കാറ്റ്, അത് ഭരണവിരുദ്ധ കാറ്റല്ല, ഭരണവിരുദ്ധ കൊടുങ്കാറ്റ്. ഹാഷ്മി, നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇത് സുനാമിയാണ്. അടിഞ്ഞു തകർന്നു. മാത്രമല്ല, ഈ ഇപ്പൊ തന്നെ MV ജയരാജൻ സംസാരിച്ചു. എന്ത് പറയും, എന്ത് പറയും, അതായിരുന്നു അതിന്റെ പ്രശ്നം. ഗോപി, എനിക്ക് തോന്നുന്നതേ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം, ശക്തമായ ഒരു പിണറായി വിരുദ്ധ വികാരം കൂടി അലയടിച്ചതാണ്. കാരണം ഇത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു തിരുത്തൽ ശക്തി പോലെ പാർട്ടിക്ക് എതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വോട്ടെണ്ണൽ ദിനത്തിൽ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2-3 പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഇന്നത്തെ വോട്ടെണ്ണൽ ദിനം സാക്ഷിയായി എന്നതാണ്. ഒന്ന്, ഇടതുമുന്നണി ഏറ്റവും വലിയ ഒരു പരാജയത്തിലേക്ക് അവർ കുപ്പുകുത്തി. രണ്ടാമത്തെ കാര്യം, തീരെ അപ്രതീക്ഷിതമായ വലിയ വമ്പൻ വിജയങ്ങളുണ്ടായി. ഇടതുമുന്നണിയുമായി പിണങ്ങിപ്പോയവരുടെ വിജയം പാർട്ടിക്കൊരു തിരുത്തൽ പോലെ സൂചിപ്പിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് മണിക്കൂറെങ്കിലും അദ്ദേഹം പുറകിൽ പോയ സാഹചര്യം, ഇതൊക്കെ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. UDFിന്റെ വമ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം. അതോടൊപ്പം തന്നെ NDA സംബന്ധിച്ച് അവരൊരു ചരിത്ര നേട്ടത്തിലേക്ക് കടക്കുന്നു. 3 പ്രതിനിധികളെയാണ് NDA നിയമസഭയിലേക്ക് അയക്കാൻ പോകുന്നത്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പോകുന്ന ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആത്മപരിശോധനയ്ക്ക് വഴിയൊരുക്കുന്ന, അവർക്ക് തിരുത്തലിന് സാധ്യതയൊരുക്കുന്ന താക്കീത് നൽകിയിരിക്കുന്ന ജനവിധി ഇതൊരു രാഷ്ട്രീയ പാഠമാണ്. ഉറപ്പായിട്ടും. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തമിഴ്നാട്ടിലും തകർത്തു. കാര്യം, ജനങ്ങളെ വിസ്മരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ തൂക്കി അടിച്ചു കളയും. 50 വർഷം ഇളക്കം നട തളിപ്പറമ്പിൽ പാളി, പുതുമയിൽ പാളി, തൃക്കരിപ്പൂരിൽ പാളി, പയ്യന്നൂർ പാളി. പയ്യന്നൂർ ഉരുക്കാണ്. പത്തനാപുരത്ത് പാളി. ഞാൻ പറഞ്ഞത് ഈ പയ്യന്നൂരൊക്കെ നമ്മൾ പ്രജനോട് ചോദിച്ചറിയാം. ഉരുക്ക് കോട്ടയാ, ഒരു കാലത്തും ഇളകാത്ത ഉരുക്ക് കോട്ടയിൽ പൊളിഞ്ഞെങ്കിൽ നാട്ടിലുള്ള ഒരു സഖാവിനോട് പറഞ്ഞ എന്താ അറിയോ? പാർട്ടി തോറ്റു, പാർട്ടിക്കാർ ജയിച്ചു എന്നാ പറഞ്ഞത്. പാർട്ടി തോറ്റു, പാർട്ടിക്കാർ ജയിച്ചു. അതിനർത്ഥം എന്താണ്? പയ്യന്നൂരിൽ പാർട്ടിക്കാർ വോട്ട് ചെയ്ത് ഇറക്കിയതാണ്, തളിപ്പറമ്പിൽ പാർട്ടിക്കാർ വോട്ട് ചെയ്ത് ഇറക്കിയതാണ്. അപ്പൊ പാർട്ടിയുടെ ഈ പോക്കിൽ അവിടുത്തെ അവരുടെ ഓൺ പാർട്ടിക്കാർക്ക് ഹൃദയം വേദനിച്ചു, ഇറക്കാൻ തീരുമാനിച്ചു, ചെവിക്ക് പിടിച്ച് താഴെ ഇറക്കിയെന്നു. കണ്ണൂർ കണ്ട കാഴ്ച ബാക്കി എല്ലാ സ്ഥലങ്ങളും കാണുന്നത് ഈ അല്ലേ, പാർട്ടിക്ക് പാർട്ടിക്കാർ കൊടുത്ത താക്കീതാണ്. കറക്റ്റ് ആയിട്ടും എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ തിരിഞ്ഞുകുത്തി. അവിടെ ഈ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം എല്ലാം കൂടെ ആഞ്ഞടിച്ചപ്പോഴേക്കും ഇത്രത്തോളം മാരകമായ റിസൾട്ട് 103. ഇവിടെ രണ്ട് നേതാക്കൾ, ഒന്ന് VD സതീശ്, ഒന്ന് പിണറായി വിജയൻ. VD സതീശ് കൃത്യമായി തന്നെ പറഞ്ഞു 100 സീറ്റിലധികം നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ആദ്യമേ പറഞ്ഞു. ഏതാണ്ട് അക്ഷരം പ്രതി അച്ചട്ടായി അതിനെ സംഭവിക്കുന്നു. രണ്ടാമത്തെ നേതാവ് പിണറായി വിജയൻ
രണ്ടാം ഊഴത്തിൽ അദ്ദേഹം മുഖ്യമുഖമായി അമ്പേ പരാജയപ്പെട്ടു. ആഷ്മി ഗോപികൃഷ്ണൻ, ശരിക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ പകൽ മുഴുവൻ നീണ്ടുപോയ പ്രക്ഷേപണം കാണാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവർക്കും പ്രവാസികൾക്കും അതേപോലെ നമ്മുടെ നാട്ടിലെ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ ഈ 12K വിസ്താരയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ്. ഇന്ത്യൻ ടെലിവിഷനിൽ ഇങ്ങനെ ഒരു സാങ്കേതിക സാധ്യത നമ്മൾ പരീക്ഷിക്കുന്നത് ആദ്യമാണ്. ഈ കേരളത്തിൽ VR, AR തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ആദ്യമായി കൊണ്ടുവന്ന TV ചാനൽ 24 സാഭിമാനം അവതരിപ്പിക്കുന്നു അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് ഫ്രം 12K വിസ്താര മണി. ഇപ്പോൾ നമുക്കിന്ന് സീറ്റുകളിലേക്ക് ഒന്ന് കടക്കാം. ആകെ സീറ്റുകൾ 140. മത്സരം നടന്നതും ഒക്കെ 140 മണ്ഡലങ്ങൾ. അതിൽ UDF 102 മണ്ഡലങ്ങൾ കരസ്ഥമാക്കി. VD സതീശൻ മാത്രമാണ് ഇതിൽ ഉറച്ചു നിന്ന ഏക നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 100+ എന്ന് പറഞ്ഞു. രാഷ്ട്രീയ വനവാസത്തിന് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളിൽ ചിരിച്ചു. പക്ഷേ VD സതീശൻ 102 എന്ന നമ്പറിൽ എത്തുമ്പോൾ VD സതീശൻ ഒരുപക്ഷെ അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഗെയിം നടത്തുന്ന ആളെന്ന ഖ്യാതി കിട്ടുകയാണ്. LDFന് 35 സീറ്റുകൾ ലഭിച്ചുള്ളൂ. നിയമസഭയിൽ ഒരു മൂലയിലേക്ക് ചവിട്ടി കൂട്ടുന്നത് പോലെയായിരുന്നു. അത് LDFന് ഈ നൂറ്റാണ്ടിൽ ലഭിച്ച ഏറ്റവും വലിയ പാഠം. NDA അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല 3 പേർ നിയമസഭയിലേക്ക് കടന്നു. 102, 35, 3 ടോട്ടൽ 140. എനിക്ക് തോന്നുന്നു VD സതീശനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് VD സതീശൻ നടത്തിയത്. ഒരു സംശയവുമില്ല, അത് അൺഡൗട്ടഡ് ആയിട്ടാണ് VD സതീശൻ പറഞ്ഞത് 100 സീറ്റ് കടക്കും എന്നുള്ളത്. അത് VD സതീശനെ പോലെയുള്ള ഒരു പരിണത പ്രജ്ഞായ രാഷ്ട്രീയക്കാരൻ, ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന്റെ ഏറ്റവും കൃത്യമായ അതേസമയം തീർച്ചയായിട്ടും നമ്മുടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ഇവരെ ഒരു ടീം പോലെ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ ഫലമാണ്. നിങ്ങൾ ഒന്നിച്ചു പോവുക. ഒരു കേരളം നിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ തീരുമാനം എല്ലാവരുടെ കൈകോർത്ത് ടീം UDF ഇത്തവണ വല്ലാത്ത ഐക്യമായിരുന്നു. അതുകൊണ്ട് പക്ഷേ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ VD സതീശൻ തുടക്കം മുതൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയതിന് പിന്നാലെ വന്ന ബൈ ഇലക്ഷനുകളൊക്കെ കൃത്യമായി ഏതാണ്ട് ഇപ്പം പാലക്കാട് 8 വിജയം നടക്കും, നിലമ്പൂരിലെ വിജയം അടക്കം, പുതുപ്പള്ളി വിജയം അടക്കം, തൃക്കാക്കര വിജയം അടക്കം എല്ലാവരും ഈ മെജോറിറ്റി കൃത്യമായി അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ കൃത്യമായി എത്ര കോർപ്പറേഷൻ നടക്കും, എത്ര ജില്ലാ പഞ്ചായത്ത് അടക്കം അദ്ദേഹം കൃത്യമായി പ്രവചിക്കും. എന്താണ് അപ്പൊ നമുക്ക് ഇത് ഈ പറയുന്ന വട്ടാണോ എന്ന് തോന്നിയ രീതി അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ലോക്സഭയിലടക്കം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ കൃത്യമായി ഈ പറഞ്ഞ എണ്ണം പറഞ്ഞ പ്രവചനങ്ങൾ അതിനകത്ത് അത് താഴെത്തട്ടിൽ ഗ്രൗണ്ടിൽ നിന്ന് സ്പന്ദനങ്ങൾ അറിയാവുന്ന നേതാവിന്റെ ഒരു മാജിക്കാണത്. ആ മാജിക്ക് വീടിക്കുണ്ട്. നമുക്ക് ഈ കണക്കുകൾ പുതിയതായി വന്ന പ്രേക്ഷകർക്ക് നമ്മുടെ ഈ അനാമോർഫിക് മെഗാ ഷോ ആ വിഷ്വൽ എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അതായത് സ്ക്രീനിൽ നിന്ന് ഒരു ത്രിമാന സ്വഭാവമുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുവെങ്കിൽ അത് ഈ ഒരു വിഷ്വൽ മാജിക്കിന്റെ ഒരു ഗുണമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ അതിന്റെ സീറ്റ് നിലയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, പ്ലേ. നമുക്ക് അതിൽ നമ്മുടെ സീറ്റ് ഷെയർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോട്ട് ഷെയറും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ സീറ്റിലേക്ക് നമുക്ക് പോകാം. UDF 102 ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഐതിഹാസികമായ വിജയമാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 2001 100 സീറ്റ് UDFന് കിട്ടിയതെങ്കിൽ ഇത്തവണ 102 72.86% സീറ്റ് ഷെയറിൽ വന്നിരിക്കുന്നത്. LDFന് 35 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നു. അതും ഏറ്റവും വലിയ പരാജയം ഇടതുമുന്നണി ഇത്തവണ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. 25% സീറ്റ് ഷെയർ. NDAക്ക് അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി 3 പ്രതിനിധികളെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞിരിക്കുന്നു. NDAക്ക് 2.14% അവരുടെ ടോട്ടൽ സീറ്റ് ഷെയർ. അതായത് വോട്ട് ഷെയറോട് നോക്കണം. വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ LDFന് കിട്ടിയിരിക്കുന്നത് 31.8% വോട്ട് ഷെയർ ആണ്. UDFന് 43.40 എന്നിവനെ അറൌണ്ട് 12%-ലധികം വോട്ട് ഷെയർ വർധന അടുത്ത കാലത്തുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ധാരണ. അതിന് ചരിത്രത്തിൽ പറയുന്നത് നോക്കണം. LDF 31.8, UDF 43.43. NDA 3 സീറ്റ് നേടിയെങ്കിലും 11.45% നിൽക്കുകയാണ് അവരുടെ വോട്ട് ഷെയർ. അത് പക്ഷേ ഒന്നുകൂടി ചിലപ്പോൾ അവസാനവട്ട കണക്കിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ തവണ 12%-ലധികം വോട്ട് നേടിയാണ്. അവിടെ താഴേക്ക് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. 13.32 ഉണ്ട് മറ്റുള്ളവർ. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എങ്ങനെ ചിലപ്പോൾ NDAയുടെ അക്കൗണ്ടിലേക്ക് വരാൻ ചിലപ്പോൾ ആയിരിക്കും. എന്തായാലും NDA 11.45 ഒതുക്കാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ 2021 നിന്നും 2021 14 ഓരോ വർഷം കുറഞ്ഞു വരുന്നു. ഇക്കുറി അത് കുറയാൻ വഴിയില്ല. കാര്യം 3 സീറ്റ് അവർ നേടിയത്. അപ്പോൾ ഈ പറയുന്ന വോട്ട് ഷെയർ, ഈ വോട്ട് ശതമാനം, ഈ 12% വോട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ, അതികഠിനമായ പിണറായി വിരുദ്ധ വികാരത്തിന്റെ നേർക്കുന്ന പ്രതിഫലനമാണ്.
കേരളത്തിലുള്ള എല്ലാ മേഖലയും ഏതെങ്കിലും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പറയാൻ കഴിയില്ല. എല്ലാ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കേരളം വേഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CPM കുറച്ച് വോട്ട് ഈ സീറ്റ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലകൾ, എല്ലാ ഡൊമിനൻസ്, ഏതെങ്കിലും തരത്തിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ വോട്ടുകളും UDF ഈ പറയുന്ന കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, ധ്രുവീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് 12% മാരകമായ വോട്ട് ഷെയർ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ എങ്ങനെ വിലയിരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 2016 ഇടതുമുന്നണിക്ക് കിട്ടിയത് 91 സീറ്റായിരുന്നു. 2021 ആയപ്പോഴേക്കും ഭരണ തുടർച്ച വരുമ്പോൾ അവരുടെ സീറ്റിന്റെ നില 99 ഉയർന്നു. അപ്പോൾ ഇടതുമുന്നണി പറഞ്ഞു ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. നമുക്കറിയാം കോവിഡിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു, പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത ഒരു സർക്കാരിന് കിട്ടിയ അംഗീകാരമായിരുന്നു 2021 ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച. പക്ഷേ UDFനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണിത്. കാരണം 100 സീറ്റാണ് 2001 AK ആന്റണിക്ക് കിട്ടിയതെങ്കിൽ 102 സീറ്റിലേക്ക് അവർ വളർന്നു. മാത്രമല്ല ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൃത്യമായി അവിടുത്തെ മുസ്ലിം വോട്ടുകൾ പോലും പിണറായി വിജയനെതിരെ നിന്നു. അപ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ഒരുപോലെ വലിയ കൊടുങ്കാറ്റായി കേരളത്തിൽ വീശി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അതിന് മറ്റൊരു തെളിവാണ് മന്ത്രിമാർക്കുണ്ടായ വലിയ തിരിച്ചടി. പക്ഷേ CPI മന്ത്രിമാർക്ക് അത്ര വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല. P. പ്രസാദ് വിജയിച്ചു, K. രാജൻ വിജയിച്ചു. അങ്ങനെ CPIയുടെ മന്ത്രിമാർക്ക് GR അനിൽ വിജയിച്ചു. അങ്ങനെ അവർക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാർ തോറ്റു. വീണ ജോർജ് ഉൾപ്പെടെ അവർക്ക് കനത്ത പരാജയം ഏൽക്കേണ്ടി വന്നു. KN ബാലഗോപാലാണ് അതിൽ രക്ഷപ്പെട്ടത്. 20 മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P. പ്രസാദ്, GR അനിൽ, K. രാജൻ 3 CPI മന്ത്രിമാരാണ്. 3 CPI മന്ത്രിമാർക്ക് മാത്രം അവിടെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എത്രത്തോളം ആഴത്തിലാണ് ഭരണവിരുദ്ധ വികാരം എന്ന് വ്യക്തമാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് CPMന്റെ കൊടുങ്കോട്ടയാണ്. കാലാകാലങ്ങളിൽ അവിടെ CPM മാത്രം ജയിച്ച കോട്ട. അവിടെ VP മുസ്തഫ ആ നാട്ടുകാരനാണ്. ഇവിടെ എവിടോ കിടക്കുന്ന സന്ദീപ് വാര്യർ പാർട്ടി മാറി വന്ന് ട്രെയിൻ പിടിച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെ ഇറങ്ങി ജയിക്കണമെങ്കിൽ ഓർത്തു നോക്ക് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം. ആഷ്മി, നമുക്കൊരു ചെറിയ ഗോപികൃഷ്ണൻ, ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് 3D അനമോർഫിക് മെഗാ ഷോയാണ്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഈ പരിപാടിയിൽ കാക്കനാട് നമ്മുടെ AR സ്റ്റുഡിയോയിൽ നിന്ന്, ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ നിന്ന് V. ദിലീപ് കുമാറും അസിത സഹീർ കൂടി ചേരുകയാണ്. ഓവർ ടു കാക്കനാട് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോ. താങ്ക് യു SKN. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ് UDF എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇടതുമുന്നണിയുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു വലിയ കുതിപ്പ്, വേണമെങ്കിൽ അതിന് രാഷ്ട്രീയ സുനാമി എന്ന് തന്നെ പറയാം. ആ സുനാമിയിൽ കടപുഴകി വീണത് കേരള രാഷ്ട്രീയത്തിലെ ഇടതുമുന്നണിയുടെ CPIMന്റെ ഒക്കെ വൻമരങ്ങളാണ്. അങ്ങനെ വൻമരങ്ങളെ വീഴ്ത്തിക്കൊണ്ട് UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇനി UDF മന്ത്രിസഭ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFിലെ ഘടകകക്ഷികൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. 10 വർഷം പുറത്തിരുന്ന ശേഷം അതിശക്തമായ ഒരു നമ്പറിലേക്ക് തിരിച്ചെത്തി കൂടിയാണ് UDF ഇത്തവണ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം തിരിക്കാനായി ഒരുങ്ങുന്നത്. ദിലീപ്, 100 എന്ന സംഖ്യ VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അപ്പോഴും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അത് 100 കടന്ന് 102ലേക്ക് എത്തിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇത്തവണ UDFന്റെ കക്ഷിനില, എന്താണ് അവർ മന്ത്രിസഭയിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ വിശദമായ തെരഞ്ഞെടുപ്പ് ചിത്രം, അല്ലെ? അതെ, നമുക്ക് ആ ചിത്രം നമുക്ക് കൃത്യമായി നോക്കാം. UDFന് 102 സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ളത്. ആകെ 140 സീറ്റിൽ UDF 102 സീറ്റ് നേടുമ്പോൾ LDF 35 സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. NDA ആകട്ടെ 3 എന്ന നമ്പറിലേക്ക് അവർക്ക് എത്താനും സാധിക്കുന്നു. അസിത, അത് മറ്റൊരു ചരിത്രമാണ്. കേരളത്തിൽ താമര 3 മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. അതിൽ നേരത്തെ തന്നെ BJP അവരുടെ A ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിൽ LDFO UDFO ആ നിലയിലുള്ള ഒരു പ്രതീക്ഷ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വെച്ച് പുലർത്തിയിരുന്നില്ല. നമുക്ക് കാണാം, നോക്കൂ, 3 സീറ്റാണ് NDAക്ക് ലഭിച്ചിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നേമം മണ്ഡലത്തിൽ വിജയിച്ചത്. V. ശിവൻകുട്ടിയാണ് പരാജയപ്പെടുത്തിയത്. നോക്കൂ, കഴക്കൂട്ടം LDFും UDFും ആ നിലയിലുള്ള V. മുരളീധരൻ വിജയിക്കും, BJPയുടെ V. മുരളീധരൻ വിജയിക്കുമെന്ന് കരുതിയില്ല. അവിടെ പക്ഷേ ഇതാ കഴക്കൂട്ടത്ത് V. മുരളീധരൻ അപ്രതീക്ഷിതമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം, 400 പരം ലീഡ് നില മാറി മറിഞ്ഞു. അവസാനം V. മുരളീധരൻ ആ കഴക്കൂട്ടം സ്വന്തമാക്കി. മണ്ണന്തല പോലുള്ള CPIMന്റെ ചില കോട്ടകളിൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടാണ് V. മുരളീധരൻ അവിടെ കഴക്കൂട്ടത്ത് താമര വിരിയിച്ചിട്ടുള്ളത്. മറ്റൊരു മണ്ഡലം ചാത്തന്നൂരാണ്.
NDA വിജയിച്ചിട്ടുള്ള മൂന്നാമത്തെ മണ്ഡലം. അത് ചാത്തന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ച് CPIയുടെ പ്രതിനിധികൾ തുടർച്ചയായി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. ജെ ചിത്രഞ്ജൻ പ്രതിനിധീകരിച്ച മണ്ഡലം, P രവീന്ദ്രൻ പ്രതിനിധീകരിച്ച മണ്ഡലം, ഏറ്റവും ഒടുവിൽ GS ജയലാൽ തുടർച്ചയായി പ്രതിനിധീകരിച്ച മണ്ഡലം. അവിടെ CV പത്മരാജൻ, കോൺഗ്രസ് നേതാവ്, KPCC പ്രസിഡന്റായിരുന്ന മന്ത്രിയായിരുന്ന CV പത്മരാജൻ വിജയിച്ചിട്ടുണ്ട്. പ്രതാപവർമ്മ തമ്പാൻ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. ആ മണ്ഡലമാണ് ഇപ്പോൾ താമര, അവിടെയാണ് താമര വിരിഞ്ഞിരിക്കുന്നത് BB ഗോപകുമാർ. ദിലീപ്, ഈ തെരഞ്ഞെടുപ്പിൽ NDA ആദ്യം അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. അപ്പോൾ ഞാൻ ചില BJP പ്രവർത്തകരൊക്കെ സംസാരിച്ചു എങ്ങനെയാണ് ചാത്തന്നൂരിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ന്. അപ്പോൾ അവർ അവരുടെ A ക്ലാസ് മണ്ഡലമായി തന്നെ പരിഗണിച്ചിരുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങൾ പറഞ്ഞു കേട്ട് അത്രയും ചർച്ചയിലേക്ക് വന്നിട്ടില്ല ചാത്തന്നൂർ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ചിട്ടയായി തന്നെ അവർ അവിടെ വോട്ട് നില വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനത്ത് ചാത്തന്നൂരിൽ ഉണ്ടായിരുന്നു. അത് ഇത്തവണ അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയ പ്രേക്ഷകരെ, കേരളം തൂക്കി UDF. രാഷ്ട്രീയ സുനാമിയിൽ ഇടതു കോട്ടകൾ ഒന്നാകെ ഒലിച്ചുപോയി. UDFിലെ ഓരോ കക്ഷിയും എത്ര സീറ്റുകളിലാണ് വിജയിച്ചത് എന്ന് നമുക്ക് നോക്കാം. ദിലീപ്, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു UDF ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തി. അതിൽ ഏറ്റവും പ്രധാനം ഈ സീറ്റ് വിഭജനത്തിലടക്കം ഘടകകക്ഷികളുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിപ്പോൾ PJ ജോസഫിൽ നിന്നും സീറ്റുകൾ ഏറ്റെടുക്കുന്നുണ്ട്, അവർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയായ പ്രവർത്തനമാണ്. അപ്പോൾ ഇതൊരു മുന്നണിയുടെ കൂട്ടായ വിജയമാണ് എന്ന് തന്നെ കാണാമല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ വിജയത്തിലേക്ക് അവർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ടീം UDFിന്റെ വിജയം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് പ്രതിപക്ഷത്തെ കഴിഞ്ഞ 5 വർഷക്കാലം നയിച്ച VD സതീശനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VD സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഒരു ഹർത്താലോ ബന്ധോ നടത്താതെ UDFിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ പ്രതിഷേധം നടത്താൻ കഴിഞ്ഞു. അതേസമയം തന്നെ നിരവധി സ്ഥലങ്ങളിൽ പോലീസ് മർദ്ദനമൊക്കെ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അക്കാര്യം മറക്കില്ല എന്നുകൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് വിജയമൊക്കെ ആ നിലയിൽ തന്നെയാണ് അവർ കാണുകയും. അതെ, തീർച്ചയായും കോൺഗ്രസിനോടൊപ്പം ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള അവരുടെ ഘടകകക്ഷി മുസ്ലിം ലീഗ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നതോടുകൂടി ഒരു വലിയ മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നു. കേരളത്തിൽ UDF ഇതുവരെ നേടിയിട്ടുള്ള വിജയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര വിജയം എന്ന് വിശേഷിപ്പിക്കാം. 2001 അന്ന് 99 സീറ്റാണ് UDFിന് ലഭിച്ചിരുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് സ്വതന്ത്രനായി വിജയിച്ച കോൺഗ്രസ് വിമതനായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന MA വാഹിദ് അന്ന് UDFിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ 100 സീറ്റിലെത്തിയതാണ്. ഇതിനു മുമ്പുള്ള UDFിന്റെ തിളക്കമാർന്ന വിജയം. ആ നേട്ടത്തെയും കവച്ചു വെക്കുകയാണ് ഇത്തവണത്തെ UDF വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 102-ൽ എത്രയാണ് കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, കേരള കോൺഗ്രസ്, PJ ജോസഫ് വിഭാഗത്തിന്റെ, അങ്ങനെ ഓരോ ഘടകകക്ഷികളുടെയും സീറ്റ് നില നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് 63 സീറ്റുകളാണ് നേടുന്നത്. ദിലീപ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മിന്നുന്ന പെർഫോമൻസ് UDFിന്, കോൺഗ്രസിന് കാഴ്ചവെക്കാനായി എന്നുള്ളത് ഈ സീറ്റ് നിലയിൽ ഏറെ പ്രധാനമാണല്ലേ? തീർച്ചയായും. 71 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ. അതിൽ 63 കോൺഗ്രസ് എത്തി. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങളില്ലാതെ കോൺഗ്രസിന് ഈ സംസ്ഥാന ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് 63 സീറ്റുകളാണ്. ആടിയുലഞ്ഞ് ഇടത് കോട്ടകളെ ആടിയുലച്ച ആ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അത് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിളക്കമാർന്ന വിജയം. CPIMന്റെ ഒക്കെ കോട്ടകളിൽ, CPIയുടെ കോട്ടകളിലൊക്കെ വലിയ വിജയം നേടിയത് 63 സീറ്റുമായി കോൺഗ്രസ്. അതെ, അതോടൊപ്പം തന്നെ ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം MLA അടക്കം വിജയിപ്പിച്ചുകൊണ്ട്, മുസ്ലിം വനിതാ MLA അടക്കം വിജയിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് 22 സീറ്റുകളുമായി മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഘടകകക്ഷിയായി UDFിനോടൊപ്പം നിലയുറപ്പിക്കുന്നു. 22 സീറ്റിലാണ് മുസ്ലിം ലീഗ് വിജയിക്കാനാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ കംഫർട്ടബിൾ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത് എന്നതാണ്. അത് മഞ്ചേശ്വരം മുതൽ, മഞ്ചേശ്വരത്തൊക്കെ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നിസ്സാര വോട്ടുകൾക്ക് നേരിയ വ്യത്യാസത്തിലൊക്കെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയേക്കാൾ മുസ്ലിം ലീഗിലെ AKM അഷ്റഫ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത് നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു. അത് ഇത്തവണ അതൊക്കെ ഒരു പഴങ്കഥയാക്കിക്കൊണ്ട് മഞ്ചേശ്വരത്തൊക്കെ വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. 22,000-ൽ പരം വോട്ടുകളുടെ, 20,000-ന് മുകളിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ നോക്കൂ. കുഞ്ഞാലിക്കുട്ടി വലിയ സർവകാല റെക്കോർഡെന്ന് പറയാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ വലിയ വിജയമാണ് അദ്ദേഹത്തിന്. 85,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതെ, വലിയ ഭൂരിപക്ഷമാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ തെരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന ഭൂരിപക്ഷമെങ്കിൽ ആ ഭൂരിപക്ഷത്തെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ വിജയം നേടിയത്. നേരത്തെ
അസിത പറഞ്ഞതുപോലെ ഒരു വനിതാ MLA മുസ്ലിം ലീഗിൽ നിന്നുണ്ടാകുന്നു എന്ന സവിശേഷതയുണ്ട്. നേരത്തെ ഖമറുന്നിസ അൻവറിനെയും നൂർബിന റഷീദിനെയും ഒക്കെ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിരുന്നെങ്കിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ഇതാ ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ടി.പി. രാമകൃഷ്ണൻ എന്ന CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളെ പരാജയപ്പെടുത്തി ഫാത്തിമ തഹലിയ ഈസിയായ മണ്ഡലം തൂക്കുന്നു. ആ കാഴ്ച കൂടി നമ്മൾ കാണുന്നു. ദിലീപ് മറ്റന്നോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്നും രണ്ടെണ്ണം ഇത്തവണ വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നണിയുടെ വിജയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. അടുത്ത തവണ സീറ്റ് കൂടി ചോദിക്കുമെന്ന് പറയുന്നു. അത് എന്ത് തന്നെയായാലും ആ ഘടകകക്ഷിയുടെ ആ മുന്നണിയുടെ കൂട്ടായ തീരുമാനമായിരുന്നു. അതെ, നോക്കൂ, 7 സീറ്റാണ് കേരള കോൺഗ്രസ് ജോസഫിന് ഇത്തവണ ലഭിച്ചത്. 8 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. അതിൽ 7 അഴകുള്ള വിജയമാണ് കേരള കോൺഗ്രസ് ജോസഫിനുണ്ടായിരിക്കുന്നത്. ജേക്കബ് ഗ്രൂപ്പിന് പിറവത്ത് അനൂപ് ജേക്കബിലൂടെ വിജയമുണ്ടായി. ഒരു സീറ്റ് നേടുന്നു. RSP 3 സീറ്റിലാണ് മത്സരിച്ചത്, 3 വിജയിക്കുന്നു. 4 സീറ്റിൽ മത്സരിച്ചു. ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടു. കൊല്ലത്ത് 3 ശക്തമായ സ്വാധീനമാകാൻ കഴിയുന്നു. RSP 3 സീറ്റിൽ വിജയിക്കുന്നു. RMB 1 സീറ്റിലും CMB 1 സീറ്റിലും വിജയിക്കുന്നു. അതാണ് ഇത്തവണത്തെ. അതെ, UDF പിന്തുണച്ച സ്വതന്ത്രന്മാർ സുധാകരൻ, G സുധാകരൻ, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ അടക്കം മാണി സി കാപ്പൻ ഉൾപ്പെടെ 4 പേർ വിജയിക്കുകയും ചെയ്യുന്നു എന്നതാണ് UDF-നെ ഈ മാന്ത്രിക സംഖ്യയിലേക്ക് 102 എത്തിച്ചിട്ടുള്ളത്. അസിത, എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് നേരെ മണീഡിലേക്ക് പോകാം. അവിടെ നമ്മുടെ ദൃശ്യ വിസ്മയം കാത്തിരിക്കുകയാണ്. SKന്റെ നേതൃത്വത്തിൽ ഗോപികൃഷ്ണനും ഹാഷ്മി താജ് ഇബ്രാഹിം. നമുക്ക് താങ്ക് യു വി ദിലീപ് കുമാർ ആൻഡ് അസിത സഗീർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് 12K വിസ്താര മണി സ്റ്റുഡിയോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, വാർത്ത വരുന്നു. വാർത്ത ഇപ്പോൾ വരുന്ന ഇതാണ്. പാലക്കാട് പടക്കം പൊട്ടിച്ചതിൽ പോലീസുകാരും UDF പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പാലക്കാട്ട് നേരിയ സംഘർഷമുണ്ട് എന്നതും റിപ്പോർട്ടായി വരുന്നുണ്ട്. UDF പ്രവർത്തകർക്ക് നേരെ CPM പ്രവർത്തകർ സോഡാ കുപ്പി എറിഞ്ഞിട്ടുണ്ട്. ഷാരിഖ് നവാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, പാലക്കാട് ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പലയിടങ്ങളിലും ഈ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിനും പടക്കം വാങ്ങി സൂക്ഷിക്കുന്നതിനുമൊക്കെ ജില്ലാ കളക്ടർമാർ ചില ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. പാലക്കാട്ടെ സ്ഥിതി എന്താണിപ്പോൾ? ഗോപികൃഷ്ണൻ, എന്തായാലും ഇപ്പോൾ പ്രശ്നം ശാന്തമായിട്ടുണ്ട്. പോലീസ് ഇവിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പാലക്കാടിന്റെ തിളക്കമാർന്ന വിജയത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം ഈ വഴി കടന്നുപോയത്. ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് വലിയ തോതിൽ സംഘർഷമുണ്ടായത്. അതായത് ആദ്യം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പിന്നീടാണ് ഇവിടെ നിന്ന് കൂടുതൽ സമയം DJ വെച്ച് UDF പ്രവർത്തകർ ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നു. ഇതിൽ പ്രകോപനപരമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കുപ്പിയേറും അതുപോലെ തന്നെ കല്ലും UDF പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞുണ്ടായി. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർക്കും അതുപോലെ തന്നെ 2 UDF പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. എന്തായാലും കൂടുതൽ പോലീസ് എത്തി സംഭവം അപ്പോൾ തന്നെ പ്രശ്നം ശാന്തമാക്കിയിട്ടുണ്ട്, രംഗം ശാന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് വലിയ തോതിൽ വൻ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നത്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു സംഘർഷാവസ്ഥ പാലക്കാട് നഗരത്തിൽ ഉണ്ടായത്. ഗോപികൃഷ്ണൻ, എന്തായാലും ആ ഒരു വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോവാതിരിക്കട്ടെ. ഇവിടെ SK തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരും, ജയപരാജയങ്ങൾ മാറി മാറി വരും, രണ്ടും ശാശ്വതമല്ല. അതുകൊണ്ട് ജയിച്ചവർ ഈ കേരളത്തോട് കൃതാർത്ഥരാവുക, തോറ്റവർ സംയമനം പാലിക്കുക. നമുക്ക് കേരളമാണ് വലുത്, നമ്മളെല്ലാവരും ഒന്നാണ്, അത് കേരളമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുന്നണികളിലെ ഘടക കക്ഷികളുടെ നില എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് ഇടതു മുന്നണിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടതു മുന്നണിയിൽ CPM-ന് ജയിക്കാൻ കഴിഞ്ഞത് 26 സീറ്റിൽ മാത്രമാണ്. പിന്നെ CPI-ക്ക് ജയിക്കാൻ കഴിഞ്ഞത് 8ഉം RJD-ക്ക് 1ഉം. കേരള കോൺഗ്രസ് മാണി വിഭാഗം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ആ പാർട്ടിക്കകത്തൊരു തർക്കം നടന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അവർ UDF-ലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നു. അന്ന് ജോസ് കെ മാണിയൊക്കെ അതിന് ഏതാണ്ട് തയ്യാറായിരുന്നപ്പോൾ റോഷി അഗസ്റ്റിനാണ് ആ പാർട്ടിയെ ഇടതുമുന്നണി പിടിച്ചു നിർത്തിയത് എന്ന വാർത്തയൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊരു ഘടക കക്ഷികൾക്കും കേരള കോൺഗ്രസ് B
ബാലകൃഷ്ണ പിള്ളയുടേത്, അത് ഗണേഷ് കുമാർ അവിടെ തോറ്റു, ഒരു സീറ്റും ലഭിച്ചിട്ടില്ല. കേരള കോൺഗ്രസിനും ജോസഫ് വിഭാഗത്തിനുമാണ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ജോസഫ് വിഭാഗം 8 സീറ്റിൽ മത്സരിച്ചു, അതിൽ 7 അവർ ജയിച്ചു. അതായത് മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാറിയിരിക്കുന്നു. അപ്പോൾ വലിയ പരിഗണന മന്ത്രിസഭയിൽ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് 27 ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം ഉറപ്പായും ലീഗ് 27 സീറ്റുകൾ മത്സരിച്ചു, 22 സീറ്റുകളിലും അവർ ജയിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി 85,000 ലീഡ്. എനിക്കൊന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഒന്നാണ്, അതോ കേരള ചരിത്രത്തിലെ എവർ ടൈം ഹിസ്റ്ററി ഭൂരിപക്ഷമാണോ എനിക്ക് സംശയമുണ്ട്. 85,000 കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. നിങ്ങൾ ഇത് എങ്ങനെ താങ്ങും? അയ്യോ, വലിയ ഭൂരിപക്ഷം, 85,000-ലധികം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം. എനിക്കൊന്നു ഈ എതിർ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും വോട്ട് കിട്ടിയോ എന്ന് തന്നെ സംശയം. എനിക്കൊന്നു അത് കേരള ചരിത്രത്തിലെ എവർ ടൈം ഹൈ, ഒന്നുകിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒന്ന് എന്നാണ് എന്റെ സമയം. ഒന്ന് അന്വേഷിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ഗവേഷണ വിഭാഗം അന്വേഷിക്കട്ടെ. കണ്ണൂരിൽ ശൈലജ ടീച്ചർ നമ്മുടെ അറിവിൽ നമ്മൾ കുറെ തെരഞ്ഞെടുപ്പ് കണ്ടാണല്ലോ, പ്രായമൊക്കെ ഉണ്ടല്ലോ. ആ വാക്ക് മനസ്സിൽ തീക്കൊള്ളിക്കൊണ്ട് എഴുതി പുതിയ സാങ്കേതിക വിഷ്വൽ നിയമമണ്ഡലം LDF കനത്ത ആഘാതം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കം. കനത്ത ആഘാതം പറഞ്ഞാൽ കനത്ത ആഘാതം. അപ്പൊ ആഘാതത്തിൽ അതിനിടയിൽ ഈ പറയുന്ന എന്താണ് നിയമത്തടക്കമുള്ള പരാജയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചില മണ്ഡലം കണ്ടത് നെക്കോട് നെക്ക് അടുത്ത പോരാട്ടം ആ മട്ടിൽ പോരുണ്ടായ ചില മണ്ഡലങ്ങളുടെ ഫലം നമ്മൾ ഇനി പരിശോധിക്കുകയാണ്. നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത് പോരാട്ടം നടന്ന നിയമം സംബന്ധിച്ചറിയോ? നിയമത്ത് ആദ്യം അക്കൗണ്ട് തുറന്നു, ശിവൻകുട്ടി അക്കൗണ്ട് പൂട്ടിച്ചു, പൂട്ടിയ അക്കൗണ്ട് പിന്നെയും തുറന്നു എന്നുള്ളതാണ്. ശിവൻകുട്ടി താഴിട്ട് പൂട്ടിയതാണ്. മാത്രമല്ല അക്കൗണ്ട് തുറന്ന NDA കേവലം ഒരു സീറ്റ് ആയിരുന്നില്ല, 3 സീറ്റ് ഇവിടെ കാണാണ്. ഇവിടെ നിയമം ആദ്യം മുതൽ തന്നെ അതിശക്തമായ പോരാട്ടം. എങ്കിൽ കൂടിയും വി ശിവൻകുട്ടി ഏറ്റവും കൂടുതൽ ശിവൻകുട്ടി കോൺഫറൻസ് 6,217 വോട്ട് ജയിക്കുമെന്നായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. രാജീവ് ചന്ദ്രശേഖർ 57,192 വോട്ടുമായി 41.10% വോട്ട് ഷെയറുമായി അവിടെ നിയമത്തിൽ നിന്നും സഭയിലേക്ക് അവിടെ രാജീവ് ചന്ദ്രശേഖർ RC എന്നറിയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ പോകുന്നു. വി ശിവൻകുട്ടി അവിടെ രണ്ടാമതുണ്ട്. എന്താണ് ശബരിനാഥൻ, കെ എസ് ശബരിനാഥൻ മൂന്നാം സ്ഥാനം നിൽക്കുന്നു. അവിടെ സംഭവിച്ചത് വി ശിവൻകുട്ടിയും കെ എസ് ശബരിനാഥനെ പോലെ ശക്തരായ 2 മത്സരത്തിൽ അവിടെ വന്നു. വോട്ട് ഷെയർ വരുന്നുണ്ട്. ആ വോട്ട് ഷെയർ തന്നെ വ്യക്തമാണ്. ഞാൻ രക്ഷപ്പെട്ടു. അടുത്ത കെ എസ് ശബരി 29,730 വോട്ട് എന്ന് പറഞ്ഞാൽ കെ എസ് ശബരിനാഥന് 25,000 വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു 4,000 വോട്ട് അധികം പിടിക്കുന്നുണ്ട്. അവിടെ 52,000, രാജീവ് ചന്ദ്രശേഖർ 57,000. അപ്പോൾ കെ എസ് ശബരിനാഥൻ പിടിച്ച വോട്ടുകൾ ഉറപ്പായും ശിവൻകുട്ടിയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാലോ. നിയമത്തെ സംബന്ധിച്ച് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകും BJPക്കെതിരെ എന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. വി ശിവൻകുട്ടി SDPI വോട്ടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നമ്മുടെ മുന്നിലുണ്ട്. SDPIയുടെ വോട്ട് വി ശിവൻകുട്ടിക്കാണെന്നും അങ്ങനെ വോട്ട് കിട്ടുന്നതിൽ കുഴപ്പമില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തിരിച്ചടിയായി മാറിയിട്ടുണ്ടാകണം. കാരണം അദ്ദേഹം ആ തുടക്കത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ വരെ വിസമ്മതിച്ചിരുന്ന ആളാണ്. പാർട്ടിയിൽ സമ്മർദ്ദം ഉണ്ടായി. അവിടെ സംഭവിച്ചത് അവിടെ ഒരു മുസ്ലിം കൺസോൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കാരും സ്വന്തമായാണ്. അവിടെ ശബരിനാഥിന് ഇറങ്ങി ആദ്യഘട്ടത്തിൽ വർക്ക് ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ശബരിയാണോ ജയിക്കുന്നത് എന്ന ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി. ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണോ ശബരിയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ആ കൺഫ്യൂഷനിൽ സ്ഥിരമായി ഉണ്ടാവുന്ന കൺസോളിഡേഷൻ വോട്ട് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. അത് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായി അങ്ങനെ ആകാം. അല്ലെങ്കിൽ ലാഷ്മി SDPI വോട്ട് സ്വീകരിക്കാൻ തയ്യാറായി എന്നൊരു പരസ്യ നിലപാട് എടുത്തപ്പോൾ ഒരു പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ പോലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചാൻസ് കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ശിവൻകുട്ടിക്ക് കിട്ടിയ വോട്ട് ചെറിയ വോട്ടല്ല. ആഷ്മി, നമുക്ക് പാലക്കാട്ടേക്ക് പോയാലോ? പാലക്കാട് അല്ലേ? പാലക്കാട് ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചില്ല എന്ന നിലയിൽ വലിയ മുന്നിൽ കയറി വന്നു. ശോഭയിച്ചിന്നൊക്കെ വിളിച്ചു. വിശാലടി അവിടെ നിന്ന് വടിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തീപാറുന്ന പോരാട്ടം പാലക്കാട് മണ്ഡലത്തിൽ രമേഷ് പിഷാരടിയുടെ കന്നി പോരാട്ടം. അതിൽ 62,191 വോട്ടാണ് രമേഷ് പിഷാരടി നേടിയത്. തൊട്ട്
അടുത്ത രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ കനത്ത മത്സരം കാഴ്ചവെച്ച ശേഷമാണ് കീഴടങ്ങിയതെന്ന് നമുക്ക് പറയാം. പക്ഷേ രമേശ് പിഷാരടിയുടെ വിജയം ഏതാണ്ട് പ്രവചിക്കപ്പെട്ടിരുന്നു വളരെ നേരത്തെ തന്നെ. പക്ഷേ ഇത്തവണ വലിയ വിവാദങ്ങൾ ഉണ്ടായ മണ്ഡലമാണ് പാലക്കാട്. അവിടെ പണം കൊടുത്ത് വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെ രമേശ് പിഷാരടിയുടെ കന്നി പോരാട്ടത്തിൽ വിജയം ഉറപ്പായിരിക്കുന്നു. NMR റസാഖ് 33,931 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതൊരു ചെറിയ വോട്ടല്ല. 23.371% അദ്ദേഹത്തിന് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ വിവാദത്തിലായിരുന്നു. അത് ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയായത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇടതുമുന്നണി നേരിട്ടിരുന്നു. ഏതായാലും അവിടെ രമേശ് പിഷാരടിയുടെ വിജയം ഉറപ്പായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പരാജയം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് നമുക്ക് പൊളിറ്റിക്കൽ കൊണണ്ട്രം മണ്ഡലം എന്ന് നമ്മൾ സ്ഥിരമായി പേരിടുക. കാരണം എന്താണ് സ്കേൻ, പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയത് തന്ന മണ്ഡലം പാലക്കാടാണ്. അവിടെ അവസാന ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ കണ്ണാടി എണ്ണുന്നതിന് തൊട്ട് മുമ്പ് വരെ ഷാഫി പറമ്പിലിന് മുന്നിലായിരുന്നു ഈ ശ്രീധരൻ. അതിനുശേഷം ഷാഫി പറമ്പിൽ കയറി വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇക്കുറിയും അങ്ങനെ തന്നെ. ഇക്കുറിയും ശോഭാ സുരേന്ദ്രൻ കുറേയധികം റൗണ്ടുകളിൽ മുന്നിൽ നിന്നു. അതിനുശേഷമാണ് അവിടെ ആരാണ് നമ്മുടെ രമേശ് പിഷാരടി കയറി വരുന്നത്. എസ്കേൻ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ വോട്ടിന് നോട്ട എന്നതിനപ്പുറം അവിടെ BJP മേഖലയിലേക്ക് കടക്കാൻ പോയ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഒരു ഗെയിം ചേഞ്ചറായി. എന്ന് പറഞ്ഞാൽ NMR റസാഖിന് പോകേണ്ട വോട്ടുകൾ കൂടി ആ സമയത്ത് അവിടെ BJP അധികാരത്തിലേക്ക് എത്തിയ ഈ ഒരു ടെറർ മോഡിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ഇവിടെ ഉണ്ടാവുകയും NMR റസാഖിന് പോകേണ്ട വോട്ട് കൂടി ചിലപ്പോൾ അത് പിഷാരടിക്ക് ഗുണമായി. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് വൈക്കത്തേക്ക് പോയാലും വൈക്കവും യഥാർത്ഥത്തിൽ ഒരു കുറച്ച് കുഴപ്പമുണ്ടാക്കി അല്ലെ? വൈക്കത്തേക്ക് പാട്ട് ഇപ്പൊ പാട്ടാ തൊണ്ടയൊക്കെ വൈക്കം വരട്ടെ. വൈക്കം ഈ കെ ബിനിമോൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ആ സ്ഥാനം ജയിക്കുമെന്ന് ബിനിമോൻ പോലും കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞെട്ടിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുമ്പോൾ ഒക്കെ ബിനിമോന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ബിനിമോന്റെ അച്ഛനും മാത്രം പറഞ്ഞിട്ടുണ്ട് ബിനിമോൻ ജയിക്കും, മോൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് സർപ്രൈസിംഗ് വിജയം എന്ന് പറഞ്ഞാൽ ചരിത്ര വിജയം. എസ്കേൻ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴവും പരപ്പും തോതും എത്രത്തോളം ഉയരവും എത്രത്തോളം ഭീകരമാണെന്ന് വ്യക്തമാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ തൃക്കരിപ്പൂരിലെ സന്ദീപിന്റെ വിജയം പോലൊരു വിജയമാണ് ഇവിടെ കെ ബിനിമോന്റെ 42,944 വോട്ടാണ് കെ ബിനിമോൻ നേടിയത്. അതായത് 41%. പി പ്രദീപ് CPIയുടെ സ്ഥാനാർത്ഥി 51,584 വോട്ട് 41.32%. കെ അജിത്ത് NDA സ്ഥാനാർത്ഥി 20,297 വോട്ട് 16.26%. നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ബിനിമോൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു വിജയം അവിടെ ഉണ്ടാകുമെന്ന്. വൈക്കത്ത് ഈ വലിയ കാറ്റ് വീശിയതിന്റെ ഒരു അത് മാത്രമാണ്. പിന്നെ കെ അജിത്ത് മുൻ പാർട്ടി വേറെയായിരുന്നു. അത്രയും സീറ്റ് പിടിക്കുമ്പോൾ CPIയുടെ വോട്ട് അങ്ങോട്ടേക്ക് പോയി എന്നുള്ള സത്യമാണ്. എന്ന് പറയുമ്പോൾ പോലും അവിടെ ബിനിമോൻ വിജയിക്കുന്നു ഇതുവരെയുള്ള വിലയിരുത്തൽ ആരും പറഞ്ഞതില്ല. ഒരുപക്ഷെ ബിനിമോൻ അച്ഛനും മാത്രം പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ ബിനിമോൻ ലോട്ടറി, വൈക്കത്തെ ലോട്ടറി. കൊട്ടാരക്കര വിരിമാറിലേക്ക് കൊട്ടാരക്കര സംഭവിച്ചെന്ന് അറിയോ? കൊട്ടാരക്കര അടിമുടി ആകെ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം ടെൻഷൻ ഉണ്ടായി. ബാലഗോപാൽ കൂടി തോറ്റാൽ പ്രതിപക്ഷ നേതാവ് ആരാവുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ടായി. അവിടെ എന്താണ് ഐഷാപ്പൂജ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ശേഷം 1000 ചില്ലാൻ വോട്ടുകൾക്കാണ് അത്രേ ഉള്ളൂ 63,926 വോട്ടുകൾക്കാണ് കെ എൻ ബാലഗോപാൽ അവിടെ കഷ്ടിച്ച് കടന്നുകൂടുകയാണ്. എന്ന് പറഞ്ഞാൽ ഐഷാപ്പൂജി 1000 വോട്ട് 63,536 വോട്ടൊന്നും ഐഷാപ്പൂജി അവിടെ പിടിക്കുകയാണ്. അപ്പോ അവസാന ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം വരെ ഇങ്ങനെ നിന്നു കെ എൻ ബാലോ ഐഷാപ്പൂജി എന്നുള്ളൂ. പിന്നെ അങ്ങ് കെ എൻ ബാലഗോപാൽ അല്ല കൊട്ടാരക്കര SKN പറഞ്ഞതുപോലെ തന്നെ കെ എൻ ബാലഗോപാലിന് എതിരായിട്ടുള്ള ചില വികാരങ്ങളൊക്കെ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഐഷ പോറ്റിയുടെ പാർട്ടി മാറിയുള്ള പോക്ക് ഒരുപക്ഷെ കെ എൻ ബാലഗോപാലിന് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 63,926 വോട്ടാണ് കെ എൻ ബാലഗോപാൽ നേടിയത്. 43.338%. ഐഷ പോറ്റി തൊട്ട് എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കെ എൻ ബാലഗോപാൽ തമ്മിൽ വ്യത്യാസം 1000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ എൻ ബാലഗോപാലിനും കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ മന്ത്രിമാരുടെ കൂട്ടത്തിൽ കെ എൻ ബാലഗോപാൽ അടക്കമുള്ള 2-3 പേരെ മാത്രം വിജയിപ്പിക്കാൻ CPM കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കൊട്ടാരക്കരയിൽ ബാലഗോപാലിന് ആ ഭാഗ്യമുണ്ടായി എന്ന് കരുതുന്നു. താക്കീത് കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയ കാരണമായിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് വോട്ടുകൾ കുറച്ചെങ്കിലും പിടിച്ചിട്ടുണ്ടാവണം. ഐഷാപ്പൂരി കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് സ്ഥാനത്ത് കിട്ടേണ്ട വോട്ടായിരുന്നു അത്. ആ വോട്ട് കിട്ടാൻ എന്തായാലും ഒരു കാര്യം മാത്രം അറിയാം, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് പോലെ തന്നെ ട്രഷറിയിലൊക്കെ പണം കുറവല്ലേ, കഷ്ടിച്ച് കടന്നു. ഒരു കാര്യം ഞാൻ പറയാം, കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ അധികം ജാടയും വേലയും കതർ ജുബയും ഈ കെയ്നീഷ്യൻ തിയറിയും സൈദ്ധാന്തിക ജാടയും പറയത്തില്ലെങ്കിലും
ഈ പറഞ്ഞ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിന് വ്യവസ്ഥ മാനേജ് ചെയ്യുന്ന നല്ല യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു അവിടെ പൂച്ച പെറ്റി കിടക്കുന്ന വി ഡി സതീശൻ പറഞ്ഞു. ആ പെറ്റി കിടക്കുന്ന പൂച്ച അടിച്ചെഴുന്നേപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയ മാനേജരാണ്. എന്ന് പറഞ്ഞാൽ ജാടയില്ല, വലിയ കവിതകളൊന്നും ഒരു ജാടയില്ല, ഒരു സാധാരണ ഒരു കാൽപ്പനികതയൊന്നുമില്ല. സാധാരണ ഇനി നമുക്ക് റബ്ബർ പാലിൽ പള്ളി കൊള്ളുന്ന പാലയില്ലേ, പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ. ഓക്കെ, എന്തായാലും പാല ചരിത്രം എഴുതി. നമുക്ക് പാലയുടെ കാര്യം ഒന്ന് നോക്കാം. മാണി സി കാപ്പൻ വീണ്ടും പാല സ്വന്തമാക്കിയിരിക്കുന്നു. 50,791 വോട്ടാണ് മാണി സി കാപ്പൻ 799 വോട്ട്. ജോസ് കെ മാണി കേരള കോൺഗ്രസ് CM 47,808 വോട്ട്. ഷോൺ ജോർജ് BJPയുടെ 35,304. ഷോൺ ജോർജിന് ഒരു വലിയ മുന്നേറ്റ സാധ്യത പ്രവചിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു പാല. നമുക്കറിയാം FCRAയുമായി ബന്ധപ്പെട്ട വിവാദം ഷോണിന്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ മകൻ ഷോണും രണ്ടുപേരും അപ്പനും മോനും ജയിക്കും എന്നൊക്കെയുള്ള ഒരു അവകാശവാദം അവിടെ പിന്നെ ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. കേരള കോൺഗ്രസ് CM മൊത്തത്തിൽ ഏറ്റിരിക്കുന്ന തിരിച്ചടിയുടെ ഒരു ഭാഗം ഇവിടെ പാലായിൽ നിന്ന് കൂടിയാണ്. അവിടെ മാണി സി കാപ്പന്റെ സ്വന്തം പാല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഈ ജോസ് കെ മാണിയുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് ഈ ഷോൺ പിടിക്കുന്ന വോട്ടുകൂടായിരുന്നു. ഷോൺ കാര്യമായി വോട്ട് പിടിക്കുകയും അതുവഴി കാപ്പനെ തോൽപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഉറപ്പായും ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു. FCRA വന്നതോടുകൂടി ആടാപാടലം ആ പ്രതീക്ഷകൾ തെറ്റുകയും ആ വോട്ട് എന്ന് പറഞ്ഞാൽ ആ വോട്ട് UDFന് പോയ വോട്ടാണ്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയുള്ള മണ്ഡലങ്ങൾ മൊത്തം നോക്കിയാൽ FCRക്ക് ശേഷം വോട്ടുകൾ പോയത് LDFിലേക്കാണ് UDFിലേക്കാണ്. അത് കാപ്പൻ ചേട്ടൻ പ്രയോജനപ്പെട്ടു. അതോടുകൂടി ജോസ് കെ മാണിയുടെ 2 വാടി. ജോസ് കെ മാണി 2 മാത്രമല്ല, റോഷി അഗസ്റ്റിൻ 2 അവിടെ മത്സരിച്ച സകലമാന സ്ഥാനത്ത് റാന്നി അടക്കം കരിഞ്ഞു. ഒരു പോയിന്റ് എന്താ പറയുക, FCR ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അതിന്റെ ആനുകൂല്യം ജോസ് കെ മാണിക്ക് കൂടി അവകാശപ്പെട്ടതായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല, അത് UDFിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ ചില കുറെ മണ്ഡലങ്ങളിൽ വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു, കക്ഷിച്ച് കടന്നുകൂടിയ മണ്ഡലങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മളൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയിൽ ചില മണ്ഡലങ്ങൾ എടുത്തതാണ്. ഇനി നമുക്ക് ഈ അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം സൂപ്പറാക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ നമ്മൾ ഓർമ്മിക്കുന്നു. മാത്രമല്ല ഇത്തവണയും പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയായിരുന്നു. ആ യാത്ര ഇങ്ങനെ കരക്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തായാലും നമ്മുടെ ഈ പുതിയ സാങ്കേതിക സാധ്യത അല്ലെ, അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ്, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു TV ചാനൽ വരുന്നത്. അത് നമ്മുടെ 24 എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാന പുരസ്സരം പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളുടെ ആ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഇനി കഴക്കൂട്ടത്തേക്ക് നമ്മൊന്ന് പോകണം. കഴക്കൂട്ടവും ഈ പറയുന്ന പോലെ പേരാവൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടത് അസാധ്യമായ അനിതര സാധാരണമായ പോരാട്ടമായിരുന്നു. കഴക്കൂട്ടത്ത് ഏറ്റവും ഒടുവിൽ റിസൾട്ട് വന്നതാണ്. ഏതാനും ചുരുങ്ങിയ വോട്ടുകൾ മാത്രം ഭീമുള്ളതിനോട് ജയിക്കുകയാണ്. കേരളത്തിലെ കഴക്കൂട്ടം ചർച്ച ചെയ്യുമ്പോഴേ ആഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കാണണം. കാരണം വെച്ചാൽ കഴക്കൂട്ടത്ത് മത്സരിച്ചത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് വലിയ മാനേജ്മെന്റ് മികവുള്ള ആളാണ്. അവിടെ BJP അവിടെ ആ മണ്ഡലത്തിൽ അങ്ങനെ കാര്യമായ ഒരു പ്രചരണം സത്യം പറഞ്ഞാൽ നടത്തിയില്ല. അതുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലേക്ക് BJP അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനത്തിൽ അവിടുത്തെ BJP കൗൺസിലർമാർ അതിന്റെ ഏറ്റവും ബാക്കിലായിരുന്നു. ഇന്ന് ഒരു വിവാദം അടക്കം ഉണ്ടായിരുന്നു. കാര്യമായി ശബരിമല സ്വർണ്ണക്കൊള്ള BJP എവിടെയും ഉയർത്തിയില്ല. അക്കൂട്ടത്തിൽ അവിടെ കഴക്കൂട്ടത്ത് ഉയർത്തിയിട്ടില്ല. ഈ വർക്ക് ചെയ്തു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായി ഉയർത്തുന്നതും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അത്, കാരണം കടകംപള്ളി അവസാന സമയങ്ങളിൽ പറഞ്ഞു, അതായത് എനിക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അവിടെ ചർച്ചയായിരുന്നു. ഞാൻ പറഞ്ഞത് BJP ഉയർത്തിയെന്നല്ല, അതൊരു സാമാന്യ നിലയിൽ ചർച്ചയാക്കപ്പെട്ടില്ല. BJP ഉയർത്തിയില്ല, ശരിയാണ്. ഇവിടെ വി മുരളീധരൻ 46,564 വോട്ടുകൾക്ക് 35.85% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സഭയിലേക്ക് വി മുരളീധരൻ ആദ്യമായി പോകാൻ പോകുന്നത്. തൊട്ടുപിൽ കടകംപള്ളി സുരേന്ദ്രൻ ഹാട്രിക് മോഹൻ എസ്കേൻ 3 തവണ അടുപ്പിച്ച് ജയിക്കാവുന്ന ആഗ്രഹമാണ് കടകംപള്ളിക്ക് അവിടെ പൊലിഞ്ഞു പോകുന്നത്. 46,136 വോട്ട് എന്ന് പറഞ്ഞാൽ കേവലം 400 വോട്ടുകളുടെ മാത്രം നഷ്ടത്തിൽ 2ാം സ്ഥാനത്തായി പോകുന്നു. അഡ്വക്കേറ്റ് T. ശരത്ചന്ദ്ര പ്രസാദ് അവിടെയും അത് മോശം സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല. 37,183 വോട്ടുകളുമായി 3ാം സ്ഥാനത്ത്. ചാത്തന്നൂര് ഒരുപക്ഷെ സർപ്രൈസിംഗ് ആരും പ്രതീക്ഷിച്ചില്ല. നിയമവും ഓൾമോസ്റ്റ് ജയിക്കുന്ന അവസ്ഥയായിരിക്കും. കഴക്കൂട്ടം പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ബഹുദൂരം മുന്നിലായിരുന്നു. ആ ബഹുദൂരം മുന്നിൽ ലീഡ് മറികടന്ന് വെട്ടിയാണ് അതിനെ നാരോയും ചെയ്യുകയും വി മുരളീധരൻ ജയിക്കുകയും സഭയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഉറപ്പായും കഴക്കൂട്ടം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ BJP നേരിയ ഭൂരിപക്ഷമാണ് വി മുരളീധരന് കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച് അത്
ആ അത് ഡൽഹി BJP ആസ്ഥാനം നരേന്ദ്രമോദി എസ് കെ അവിടെ ബംഗാൾ കീഴടക്കി അല്ലേ? അസം സ്വന്തമായി ബംഗാളും അസവും. ഓക്കെ, ഇപ്പോൾ ഭരണ തുടർച്ചയാണ്. നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് എത്തുകയാണ്. അസമിൽ ഭരണ തുടർച്ച അല്ലേ? പുതുച്ചേരിയിലും പുതുച്ചേരിയും ബംഗാളും അതിൽ ബംഗാളാണ് അട്ടിമറി ജയം. ബംഗാൾ അട്ടിമറി. എസ് കെ പുതുച്ചേരി ചെറിയ സംസ്ഥാനമാണ്, വലിയ കഥയില്ല. അസം ചെറിയ സംസ്ഥാനമാണ്. എസ് കെ ബംഗാൾ അങ്ങനല്ല. ബംഗാൾ അവരുടെ BJPയുടെ ദീർഘകാല പ്രൊജക്ടിനൊടുവിൽ അവിടെ ജയിച്ചു കയറുന്നതെന്ന് പറഞ്ഞാൽ BJPക്ക് ഇന്ന് ആഘോഷിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വലിയ വിജയങ്ങൾക്കും ശേഷം BJPയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ദീദി. അവിടെ വർഗീയ സ്വഭാവമുള്ള പ്രചാരണം ഉണ്ടായിരുന്ന ആക്ഷേപം ഉയർന്നതാണ്. ആക്ഷേപമല്ല, അത് ഞാൻ പറഞ്ഞത് ദീദി ഉയർത്തിയിരുന്നു. അതേപോലെ തന്നെ EVM മെഷീനുകളിലെ സുതാര്യത സംബന്ധിച്ചുള്ള SIR-ന്റെ പേരിലുള്ള വിവാദം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിൽ പശ്ചിമ ബംഗാളിൽ BJP വലിയ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ BJP പ്രവർത്തകരെ അനുമോദിക്കാനും അവരോട് സംസാരിക്കാനുമായി BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വിജയാഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പതാക ഉയർത്തിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. പ്രധാനമന്ത്രിയെ പ്രത്യഭിവാദ്യം ചെയ്യുകയാണ് പ്രവർത്തകർ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവരെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ബംഗാളിൽ BJPയുടെ ലോങ് പ്രോജക്ട്, ബംഗാളിൽ BJPയുടെ ദീർഘകാല പദ്ധതിയായിരുന്നു ബംഗാൾ പിടിക്കുക. അത് പലയാവർത്തി പരാജയപ്പെട്ടു. 3 സീറ്റിൽ നിന്നും 77 സീറ്റിലേക്ക് ഉയർന്നു BJP. 77 സീറ്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ബംഗാളിന്റെ വങ്കനാടിന്റെ അധികാരവാഴ്ചയിലേക്ക് അവിടെ എത്തുന്നു. മാമട്ടി മാനുഷ് എന്നുള്ളതായിരുന്നു മമതയുടെ മുദ്രാവാക്യം. അവിടെ കാളി മാ ആയിരുന്നു എക്കാലത്തെയും അവിടെ പ്രതിഷ്ഠയെങ്കിൽ രാമനവമി ആഘോഷിക്കുന്നു, രാമൻ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ പല പല തന്ത്രങ്ങൾ അവിടെ ഉണ്ടാവുകയും. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രധാനമന്ത്രി അവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാം. ഈ പേരാവൂരിലേക്ക് നമുക്ക് പോകാം. അതിനിടയിൽ PCR ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് PK കുഞ്ഞാലിക്കുട്ടി, ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി തിളങ്ങി നിൽക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി എന്ന് ടെലിഫോണിൽ കിട്ടുമെന്നൊന്ന് നോക്കുക. അത് നമുക്ക് പേരാവൂരിൽ കനത്ത മത്സരമായിരുന്നു. അവസാനം പേരാവൂർ ചതിച്ചു എന്ന് വേണമെങ്കിൽ ശൈലജ ടീച്ചറിന് പറയാം അല്ലേ? യഥാർത്ഥത്തിൽ അവിടെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു എന്ന് സംശയമാണ്. സണ്ണി ജോസഫ് വിജയിച്ച മണ്ഡലമാണ്. മാത്രമല്ല പക്ഷെ കനത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ KK ശൈലജ ഒരു തവണ ജയിക്കെ പരാജയപ്പെടുന്ന ഇത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് അവിടുത്തെ താരതമ്യേന ദുർബലനായ സക്കീറിനോട് പരാജയപ്പെടുമ്പോൾ തീരെ ഭൂരിപക്ഷം നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ശൈലജ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രതീക്ഷ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തരംഗം ഉണ്ടായാൽ പിന്നെ എന്ത് ശൈലജ ടീച്ചർ SK ഒരു മാരക തരംഗമായിരുന്നു. സുനാമി അടിക്കുമ്പോൾ പിന്നെ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ അവിടെ 76,140 വോട്ടുകൾക്കാണ് പേരാവൂര് സണ്ണി ജോസഫ് 52.25% വോട്ടുകൾക്ക് വിജയിച്ചത്. 61,687 വോട്ടുകളുമായി അത്ര 42% വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു നെക്ക് ടു നെക്ക് വോട്ടിൽ ഒരു നെക്ക് ടു നെക്ക് ഒന്നും കാണാനൊന്നുമില്ല. അവിടെ പൈലി വാത്തി അടുത്ത് വന്ന് BDS-കാരൻ 8,020 വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് 5.49. SK അത് ഈ പേരാവൂർ എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ ക്രൈസ്തവരുള്ള മണ്ഡലമാണ്. ഈ വനം വന്യജീവി പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ച മണ്ഡലങ്ങൾ ഒന്നാണ്. അപ്പോൾ ഈ വനം വന്യജീവി പ്രശ്നത്തിലടക്കം അത് സർക്കാരിനെതിരായ വികാരം തന്നെയായിരുന്നു. തുടക്കം മുതൽ സർക്കാരിനെതിരായ വികാരം തന്നെയായിരുന്നു. അത് വനം വകുപ്പിനെതിരായ വികാരമായിരുന്നു. അപ്പം ആ വനം വകുപ്പിനെതിരായ വികാരമൊക്കെ സർക്കാരിനെ ആഞ്ഞടിക്കുമെന്നതായത് ഏതാണ്ടൊക്കെ ആർക്കും തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ KK ശൈലജയ്ക്ക് ഒരു വിസ്മയം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു LDF-നെ CPM നോക്കിയത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. KPC SK എന്ന് പറയുമ്പോൾ പോലും സണ്ണി ജോസഫ് ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ UDF-ന്റെ കുറച്ചുകൂടി ആധിപത്യമുള്ള കോട്ടകൾ എണ്ണുമ്പോഴാണ് പേരാവൂരിൽ അവിടെ സണ്ണി ജോസഫ് മുന്നിലേക്ക് വരുന്നത്. KPC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ UDF വലിയ വിജയം നേടുകയും KPC അധ്യക്ഷൻ പരാജയപ്പെടുന്ന ഒരു ദുഷ്പേര് ഉണ്ടാകുമ്പോൾ സണ്ണി ജോസഫ് എന്തായാലും അതിൽ നിന്ന് സണ്ണി ജോസഫ് അപ്പുറം ഹാഷ്മി ഇവിടെ KK ശൈലജ ജയിച്ചിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരാൻ കഴിയുമായിരുന്നു. മാത്രമല്ല അത് വേറൊരു തരത്തിലൊരു മധുര പ്രതികാരം എന്ന നിലയിൽ അത് മാറുകയും ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ശൈലജ ടീച്ചറുടെ നിർഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല എന്നാണ് പറയാനുള്ളത്. ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവിടെ ജയിച്ചു വന്നാൽ നോ ഡൗട്ട് ടീച്ചർ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേരള ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവായനെ. എന്ന് പറഞ്ഞാൽ 5 വർഷം പ്രതിപക്ഷ പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ തിരിച്ചാലോചിച്ചാൽ ഒരു KPCC പ്രസിഡന്റ് സിറ്റിംഗ് പ്രസിഡന്റ് തോറ്റു എന്ന് പറഞ്ഞാൽ അതും വലിയ അപകടം. മാത്രമല്ല അതൊരു രാഷ്ട്രീയ ഒരു കാഷ്വാലിറ്റി ആയി പോകും. മാത്രമല്ല ഈ സുനാമിയിൽ തകർന്ന് തരിപ്പണമായി ഇടതുപക്ഷം വീഴുമ്പോൾ
അവിടെ ഒരാൾ മാത്രം അല്ലേ? അങ്ങനെ അത് മാത്രമല്ല, ഇപ്പൊ KPCC അധ്യക്ഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 102 സീറ്റാണെങ്കിൽ കൂടി ഈ വിജയം ഇങ്ങനെ ആഘോഷിക്കാൻ UDF കഴിയില്ല. അവർക്ക് ശൈലജ ടീച്ചറിനെ നോക്കുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസാസ്റ്റർ ആണ്. നോ SKN വടകരയിൽ തോറ്റതിന് പിന്നാലെ അടുത്ത തോൽവിയുടെ തൊട്ടു പിന്നാലെ ഉണ്ടാകുന്നത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശൈലജ ടീച്ചർ തന്നെ ഏറ്റവും പ്രഗത്ഭമതിയായ ഏറ്റവും ഗംഭീരമായിട്ട് ആ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്ത ശൈലജ ടീച്ചർക്ക് ഉണ്ടാകുന്ന തിരിച്ചടി ആഘാതം അത് ചെറുതേ അല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഒരുപക്ഷെ പാർലമെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാവി പോലും എന്താകുമെന്ന സംശയം പോലും ഉയർന്ന രീതിയിലുള്ള തുടർ പരാജയങ്ങൾ ഏറ്റവും ചരിത്ര ഭൂരിപക്ഷം നേടിയ ആളാണ് ശൈലജ ടീച്ചർ. വേണമെങ്കിൽ ഒരു പരാതിയെ ഉന്നയിക്കാം. കാരണം തോൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എന്നെ കൊണ്ടുപോയി ഇട്ടു എന്ന കാര്യം ടീച്ചർക്ക് പാർട്ടി തീരുമാനിക്കും. അപ്പോ ആഷ്മി ആൻഡ് ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിലേക്ക് നമുക്കൊന്ന് മടങ്ങി പോകണം പെട്ടെന്ന്. ഓവർ ടു കാക്കനാട്, അവിടെ ബി ദിലീപ് കുമാറും അസിത സഹീറും ഉണ്ട്. ഓവർ ടു യു ഗായ്. അസിത, വിശദമായി തന്നെ ഇപ്പോൾ അവിടെ SKNും ഹാഷ്മിയും ഗോപികൃഷ്ണനും ഒക്കെ ഈ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുകയുണ്ടായി. നമുക്ക് LDFന് ആകെ കിട്ടിയ സീറ്റിന്റെ നില ഒന്ന് വിശദമായിട്ട് തകർന്നടിഞ്ഞു എന്നുള്ളത് ഒറ്റവാക്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വരുമ്പോൾ എന്താണ് ആ സീറ്റ് നിലയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കാം അല്ലേ? എന്തായാലും ദിലീപ്, കഴിഞ്ഞ 10 വർഷം ഭരണപക്ഷത്തിരുന്നവർ ഇനി നിയമസഭയിൽ നാമമാത്രമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 35 സീറ്റിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ് അല്ലേ? അതെ, 100 സീറ്റിൽ നിന്ന് വലിയൊരു പതനം താഴേക്ക് വന്നിരിക്കുകയാണ് LDFനെ സംബന്ധിച്ച്. 99 സീറ്റ് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടിയതാണ്. അതിൽ നിന്നാണ് ഈ പതനത്തിലേക്ക്, ഈ 35 എന്ന അക്കത്തിലേക്ക്, 3 അക്കത്തിനരികെ നിന്ന് LDF കൂപ്പുകുത്തിയിരിക്കുന്നത് ഈ 35 എന്ന സംഖ്യയിലേക്കാണ്. അത് ആകെ 35-ൽ CPIഎമ്മിന് നേടാനാകുന്നത് 26 സീറ്റ് മാത്രമാണ്. 10 വർഷം അധികാരത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതിനെ ലീഡ് ചെയ്ത CPIഎമ്മിന് 26 സീറ്റ് മാത്രമാണ് നേടാനാകുന്നത്. CPI 8 സീറ്റിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നു അല്ലേ? RJDക്ക് 1 സീറ്റ്. നോക്കൂ, അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ LDFൽ നിരവധി ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു. അതിൽ പല ഘടകകക്ഷികളും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അവർ നിയമസഭ കാണാത്ത സ്ഥിതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് വിശദമായ ചർച്ചയിലേക്ക് വരാം. പക്ഷേ കേരള കോൺഗ്രസ് എം ഇപ്പോൾ സഭയിലില്ല, ബി ഇല്ല, കേരള കോൺഗ്രസ് ബി ഇല്ല, INL ഇല്ല, RSP ലെനിനിസ്റ്റ് ഇല്ല. ആ നിലയിൽ LDFലെ സഖ്യകക്ഷികളുടെ ശക്തി നിയമസഭയിൽ, പ്രാതിനിധ്യം നിയമസഭയിൽ ശോഷിച്ചിരിക്കുകയാണ്. ദിലീപ്, വോട്ടിംഗ് പെർസെന്റേജ് LDFന് ആകെ കിട്ടിയ വോട്ട് വിഹിതത്തിന്റെ കണക്ക് വരുന്നു. 31.8%. 31.8% വോട്ട് മാത്രമാണ് LDFന് നേടാനാകുന്നത്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കത് 45.43 ആയിരുന്നു എന്നതാണ്. 45.43 നിന്നാണ് ഇപ്പോൾ കാണുന്ന നിലയിൽ 31.8% കൂപ്പുകുത്തുന്നത്. വലിയ കുറവാണ്, വലിയ തകർച്ചയാണ് സംഭവിക്കുന്നത്. അതെ അതെ, വലിയ തകർച്ച വോട്ട് വിഹിതത്തിൽ, വോട്ട് ശതമാനത്തിലൊക്കെ LDFനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യത്തിലും വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ഇനി വിവിധ ഘടകകക്ഷികളുടെ തന്നെ CPIഎം ഉൾപ്പെടെയുള്ള LDFലെ ഘടകകക്ഷികൾക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ വോട്ട് വിഹിതം കൂടി നമുക്കൊന്ന് നോക്കാം. അതെ, LDFന്റെ ആകെ 31.8%. അതിൽ CPIഎം, LDFനെ ലീഡ് ചെയ്ത CPIഎമ്മിന് ലഭിച്ചിരിക്കുന്നത് 21.75% വോട്ട് മാത്രമാണ്. വലിയ കുറവ് CPIഎമ്മിന്റെ. അതായത് ദിലീപ്, നമ്മൾ ഈ പെർസെന്റേജ് കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പാർട്ടി വോട്ടുകളിൽ പോലും വിള്ളൽ വന്നിരിക്കുന്നു അല്ലെ? അടിസ്ഥാനപരമായ പാർട്ടി കോട്ടകൾ ആകെ ഉലഞ്ഞിരിക്കുകയാണ്. പാർട്ടി കോട്ടകളിൽ വിള്ളൽ വന്നു എന്ന് മാത്രമല്ല, പയ്യന്നൂരിലെ LDF വി കുഞ്ഞികൃഷ്ണൻ, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം CPIഎം നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ്. ആ നിലയിൽ നേതൃത്വത്തെ അണികൾ തിരുത്തിയിരിക്കുകയാണ് പല മണ്ഡലങ്ങളിലും, പാർട്ടി കോട്ടകളിലും. അതാണ് CPIഎമ്മിന്റെ വോട്ട് വിഹിതം 21.75% ഇടിഞ്ഞത്. നോക്കൂ, CPIയുടെ വോട്ട് വിഹിതം 6.66% ഇടിഞ്ഞിരിക്കുന്നത്. CPIയുടെ വോട്ട് വിഹിതത്തിലും വലിയ തോതിലുള്ള ഒരു കുറവ് നമുക്ക് കാണാം. കേരള കോൺഗ്രസ് എം, അതായത് ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി പോകുന്നു. കേരള കോൺഗ്രസ് എമ്മിന് 2.60% അവരുടെ വോട്ടിംഗ് ശതമാനം കൂപ്പുകുത്തുകയാണ്. അതെ, 2.60% വോട്ട് വിഹിതം കൂപ്പുകുത്തി എന്നത് മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന് ഈ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. RJD നമ്മുടെ ശ്രേയംസ് കുമാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള RJD, ആ പാർട്ടി ഒരു ജനപ്രതിനിധി ഇപ്പോൾ അവർക്ക് നിയമസഭയിലുണ്ട്. കൂത്തുപറമ്പിൽ നിന്ന് പ്രവീൺ.
RJDക്ക് 0.83%. കൂത്തുപറമ്പിലും വലിയ ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിരുന്നു. പലയിടത്തും പല സമയങ്ങളിലൊക്കെ വലിയ മാറിമറിയൽ ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റ് അവർ സ്വന്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് രംഗത്തിറക്കിയ മറ്റൊരു വനിതാ നേതാവായിരുന്നു ജയന്തി രാജൻ. മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ നല്ല പോരാട്ടം, അവിടെ വലിയ വെല്ലുവിളി അവിടെ ഇടതുമുന്നണിക്ക് കാഴ്ചവെച്ചിരുന്നു. അവസാനം 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രവീൺ ജയിക്കുകയായിരുന്നു. എന്തായാലും ദിലീപ്, LDF-ലെ എല്ലാ ഘടകകക്ഷികൾക്കും വലിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാതിനിധ്യം ഇല്ലാതായി പോകുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ്. മത്സരിച്ച എല്ലാ സീറ്റിലും അവർ പരാജയപ്പെടുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാർ പരാജയപ്പെടുന്നു. അങ്ങനെ INL പരാജയപ്പെട്ടു, കോൺഗ്രസ്, NCP, അങ്ങനെ നിരവധി പാർട്ടികളാണ്, RSP, ലെനിനിസ്റ്റ്, അങ്ങനെ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിരവധി സഖ്യകക്ഷികൾ ഇത്തവണ നിയമസഭ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ നാളെ മുഖ്യമന്ത്രി പദവി രാജിവെക്കും. നാളെ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗവും റദ്ദാക്കിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ തീയതി തീരുമാനിച്ചു. മന്ത്രിമാർ നേരിട്ട് ഹാജരാകണം എന്ന കാര്യം കൂടി, നേരിട്ട് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്ന കാര്യം കൂടി നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ ഈ മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാർത്തകൾ ശ്രീജിത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ വാർത്തയും ബ്രേക്ക് ചെയ്യുകയാണ് ശ്രീജിത്ത്. നാളെ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം റദ്ദാക്കി എന്ന വാർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെക്കും എന്ന വാർത്തയും കൂടി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്, ഏറ്റവും ഒടുവിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 5-ാം തീയതി തിരുവനന്തപുരത്ത് വീണ്ടും കാണാം മന്ത്രിസഭാ യോഗം ചേരാമെന്ന കാര്യം മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയെ അറിയിച്ചത്. ഇതനുസരിച്ച് 5-ാം തീയതി നേരിട്ട് മന്ത്രിസഭാ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ ആ മന്ത്രിസഭാ യോഗം നടക്കുമോ എന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. കാരണം എല്ലാ മന്ത്രിമാരും ജയിച്ചു വന്നില്ലെങ്കിൽ എങ്ങനെയാണ് മന്ത്രിസഭ ചേരുക എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഉയർന്നത്. മാത്രമല്ല, മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനാണെങ്കിൽ പോലും അത് ക്യാബിനറ്റ് ചേരണമെന്ന് നിർബന്ധമില്ല. മുഖ്യമന്ത്രി രാജി സമർപ്പിച്ചാൽ തന്നെ ക്യാബിനറ്റ് ഇല്ലാതാകുന്നതാണ് അതിന്റെ രീതി. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യം സംശയം തോന്നുന്നു. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം നാളെ ചേരാൻ ഉപേക്ഷിച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം. നാളെ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തും. അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെക്കും, ഗവർണർക്ക് രാജി സമർപ്പിക്കും. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടിയുള്ള സ്വാഭാവികമായ നടപടിക്രമമാണ്. അതനുസരിച്ചുള്ള രാജിക്കത്ത് നാളെ ഗവർണർക്ക് കൈമാറും. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണറോട് പക്ഷേ ആവശ്യപ്പെട്ടേക്കും. കാരണം UDF-ന്റെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത്. വലിയൊരു തെരഞ്ഞെടുപ്പ് അംഗം അവസാനിച്ചു. അംഗത്തിന്റെ ബാക്കി പത്രം പോലെ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നു. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൽ കേരളത്തിൽ UDF തരംഗം ആഞ്ഞു വീശി എന്ന് മാത്രമല്ല, അതൊരു സുനാമിയായി അല്ലെ, ആടാപാടലം. UDF സീറ്റ് നേടുമ്പോ സംസ്ഥാന ഭരണം LDF-ന് നഷ്ടമാകുന്നു. 13 മന്ത്രിമാർ തോറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും നേര്. 35 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലായി LDF എന്ന് പറയുന്ന മഹാരാഷ്ട്രീയ പ്രസ്ഥാനം. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ BJP വിജയിച്ച് അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, അവർ കരുത്ത് കാട്ടി അല്ലെ. ഇപ്പോൾ ഡൽഹി ആസ്ഥാനത്ത് BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് അഭിവാദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ പ്രവർത്തകരെ അനുമോദിക്കാൻ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പാർട്ടിക്ക് വിശദമായ റിപ്പോർട്ട് വേണ്ടേ ആഷ്മി? ഇതിനെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നമുക്കിപ്പോൾ സംപ്രേഷണം ചെയ്യാം. റിപ്പോർട്ട് UDF തരംഗമോ സുനാമിയോ? ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. UDF-ന് കണക്കുകൾക്കപ്പുറമുള്ള വമ്പൻ വിജയം. 100 കടന്ന് 102-ലെത്തി UDF-ന്റെ തേരോട്ടം. സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കുറി ജയിച്ചത് 63ഇടത്ത്. മുസ്ലിം ലീഗ് 22-ൽ. 7ഇടത്ത് കേരള കോൺഗ്രസ് ജോസഫ്. RSP 3 സീറ്റിലും വിജയിച്ചു. RMP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടികൾക്കും മത്സരിച്ചെടുത്ത് വിജയം. G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങി CPIM-നോട് പിണങ്ങിയിറങ്ങിയവർ അത്ഭുതം കാട്ടി. വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ UDF സമ്പൂർണ്ണ വിജയം നേടി. 67 സീറ്റുണ്ടായിരുന്ന CPIM
26 സീറ്റുകളിലേക്ക് ഒതുങ്ങി. CPI 8ലേക്ക് ചുരുങ്ങി. കേരള കോൺഗ്രസ് എമ്മും NCPയും INLും സീറ്റൊന്നും കിട്ടാതെ സംപൂജ്യരായി. മട്ടന്നൂർ, ധർമ്മടം, പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ, ഏലത്തൂർ എന്നീ നെടും കോട്ടകളിൽ LDF വോട്ട് കുത്തനെ കുറഞ്ഞു. പാലക്കാട്, തൃശൂർ ജില്ലകളാണ് LDFനെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. 2016-ൽ O രാജഗോപാൽ ജയിച്ച നേമം സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP തിരിച്ചു പിടിച്ചു. കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ V മുരളീധരൻ തോൽപ്പിച്ചത്. A ക്ലാസ് മണ്ഡലമായ കൊല്ലത്തെ ചാത്തന്നൂരിൽ BJP നേടിയത് തകർപ്പൻ വിജയം. BB ഗോപകുമാറിനാണ് ജയം. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിന്റെ പല റൗണ്ടുകളിലും NDA മുന്നിട്ടു നിന്നു. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളും ഏറ്റവും കനത്ത തോൽവികളും നമുക്ക് ഒന്ന് പരിശോധിച്ച് പെട്ടെന്ന് വരാം. ആദ്യം നമുക്ക് തൃത്താലയിലേക്ക്. MP രാജേഷ് മത്സരിച്ച അതേ തൃത്താല. അവിടെ 76,427 വോട്ടാണ് VT ബൽറാം ഇത്തവണ തൃത്താലയിൽ നേടിയത്. അതായത് 47.91%. MP രാജേഷ് മന്ത്രി അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 68,042 വോട്ടാണ്. അതായത് 42.65%. V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നത്. 15,051 വോട്ടാണ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ലഭിച്ചത്. 9.435%. SK തൃത്താല യഥാർത്ഥത്തിൽ ഒരു LDFന് കൊടുങ്കോട്ട എന്നൊന്നും പറയാൻ കഴിയുന്ന മണ്ഡലമല്ല. അത് UDFനും കൃത്യമായ പ്രാധാന്യമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെ അട്ടിമറിയിലൂടെയാണ് യഥാർത്ഥത്തിൽ MP രാജേഷ് മന്ത്രിയായത്. വീണ്ടും അങ്ങോട്ടേക്ക് MP രാജേഷ് വരുന്നു. അവിടെ MP രാജേഷ് ഈ പറയുന്ന പോലെ അവിടെ ഭരണവിരുദ്ധ വികാരത്തിന് കൊടുക്കാൻ MP രാജേഷിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മന്ത്രിമാർ ഒരു മന്ത്രി അവരുടെ ഭരണമികവ് അല്ല അതിനകത്ത് പ്രശ്നം. സുനാമി അടിച്ചു, അതെ, അതിൽ തകർന്നുപോയി. ഇപ്പം ആ ഭരണത്തിനെതിരെ വിരുദ്ധ വികാരം അടിക്കുമ്പോൾ ആദ്യം വീഴേണ്ടവർ മന്ത്രിമാരാണ്. അക്കാര്യം തർക്കമില്ല. ആദ്യം വീഴേണ്ടവർ മന്ത്രിമാരാണ്. അത്രയധികം മന്ത്രിമാർ കടപുഴകി. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, കളമശ്ശേരി, അപ്പൊ കളമശ്ശേരിയിലൊക്കെ നല്ല മന്ത്രിയായിരുന്നു P രാജു. അപ്പോ നല്ല ഓർഗനൈസറാണ്. പക്ഷെ ഇങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ നിലം പൊത്തുമ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു സുനാമി അടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചെറിയ പ്രകമ്പനം പോലും ഇവർക്ക് എന്തോ മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായിട്ടാണോ മനസ്സിലാവാത്ത പോലെ നടിച്ചാണോ നമുക്ക് അറിയില്ലോ. തിരുത്താനാലും നമുക്ക് പറയാൻ പറ്റാത്ത ചില സോഴ്സുകളിൽ പിണറായി വിജയൻ തന്നെ ചില ആശങ്ക പങ്കുവച്ചതായി ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കും. നമ്മോടൊന്നും അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല. കൊടിയേരിയുടെ മകൻ ബിനീഷ് കൊടിയേരി വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് പിന്നെയും വന്നു. പാർട്ടിക്ക് പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയേക്കാം, പക്ഷെ കൊടിയേരിയെ പോലൊരു പാർട്ടി സെക്രട്ടറി കിട്ടില്ല. ചില നഷ്ടങ്ങൾ നികത്താനാവില്ല. സഖാക്കൾ ഇപ്പോൾ പങ്കുവച്ചൊരു വാചകമാണ്. ഞാൻ ഇൻകോട്സ് എല്ലാത്തിനും വലുതാണ് എന്ന ചിന്ത ആധുനിക സമൂഹത്തിൽ ആർക്കും ഭൂഷണമല്ല. ഇത് പാർട്ടിക്കെതിരെയുള്ള ജനവിധിയെ കാണാനാവില്ല. വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെയുള്ളതാണ്. പരമ്പരാഗതമായി പാർട്ടിക്കൊപ്പം മണ്ഡലങ്ങളിൽ പോലും വോട്ടുകൾ കിട്ടാത്തത് വ്യക്തി കേന്ദ്രീകൃതമായ തെറ്റുകൾ തിരുത്തണം എന്ന മനോഭാവത്തോടെ പാർട്ടി അനുഭാവികൾ സീതാറാം യെച്ചൂരി, ചിത്രമാണ് ആ പോസ്റ്റിലുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എല്ലാമായി, തോറ്റാൽ എല്ലാം പോയി എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓക്കെ, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരി അടക്കം പറയുന്നുണ്ട് ഇത് വ്യക്തി കേന്ദ്രീകൃത നിലപാട്. അത് ഉദ്ദേശിക്കുന്ന പിണറായി വിജയനാണോ അവിടെ MP ഗോവിന്ദനാണോ എന്നറിയില്ല. അല്ല, വലുതാണ് ഞാൻ എന്ന ഭാവങ്ങളെ, ഛായകളെ, പണ്ടത്തെ സിനിമാ പാട്ട എന്നുള്ള ഭാവം ഒരിക്കലും ഭൂഷണമല്ല എന്ന് അദ്ദേഹം പറയും. ഞാൻ രാവിലെ EP ജയരാജന്റെ മരുമകൻ എഴുതിയ പോസ്റ്റ് അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം വെച്ചുകൊണ്ട് വിജയത്തിന്റെ ശില്പികൾ എന്നെന്തോ പറഞ്ഞ ആ ചിത്രങ്ങൾ അവിടെ സൈബർ ഹാനിൽ പ്രചരിക്കുന്നുണ്ട്. SK എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വൈകിയാണെങ്കിൽ കൂടി ഇത്തരം ചർച്ചകൾ ആ പാർട്ടിയിൽ സജീവമാകും. എന്തുകൊണ്ടാണ് ഈ കനത്ത മാരകമായ പരാജയത്തിന് കാരണമെന്ന സജീവ ചർച്ചകൾക്ക് വിധേയമാകാൻ കരുത്തുറ്റ ജൈവിക ബോധ്യമുള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയോട് തിരിച്ചു വരുന്നാൽ തർക്കമില്ല എനിക്ക്. കാര്യം അത്രത്തോളം ഒരു ജൈവിക സ്വഭാവമുള്ള പാർട്ടിയാണ് CPM. അതിനുള്ള ആ തെറ്റുതിരുത്താനുള്ള കപ്പാസിറ്റി പാർട്ടിക്ക് തിരുത്തി മുന്നോട്ട് പോവാം. ഇനി നമുക്ക് P രാജീവ് മത്സരിച്ച് പരാജയപ്പെട്ട കളമശ്ശേരി മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കളമശ്ശേരി എന്ന് പറഞ്ഞാൽ P രാജീവ് നെഞ്ചോട് ചേർത്ത മണ്ഡലമായിരുന്നു. എന്നിട്ടും കളമശ്ശേരിയിൽ അദ്ദേഹം തോറ്റു. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി BJP ആസ്ഥാനത്ത് പ്രസംഗിക്കുന്നു. തത്സമയം उसमें हमारे उम्मीदवारों को जनता जनार्दन ने आशीर्वाद दिया और इन राज्यों में भी जीत गए. NDA की नेता महाराष्ट्र की उप मुख्यमंत्री सुनेत्रा पवार जी ने भी बड़ी जीत दर्ज की है.
मैं इन सभी राज्यों की जनता का उनके समर्थन के लिए हृदय से आभार व्यक्त करता हूं। साथियों, जय पराजय लोकतंत्र और चुनावी राजनीति का एक स्वाभाविक हिस्सा होता है, लेकिन 5 प्रदेशों की जनता ने पूरे विश्व को दिखाया है कि ये हमारा भारत मदर ऑफ डेमोक्रेसी क्यों है। लोकतंत्र, डेमोक्रेसी हमारे लिए सिर्फ एक तंत्र नहीं है, ये हमारी रगों में दौड़ता हुआ संस्कार है। ये हमारी रगों की संस्कार सरिता है। और आज सिर्फ भारत का लोकतंत्र ही नहीं जीता है, आज भारत का संविधान भी जीता है। हमारी संवैधानिक संस्थाएं जीती हैं, हमारी लोकतांत्रिक प्रक्रियाएं जीती है। पश्चिम बंगाल में करीब 93% मतदान होना अपने आप में ऐतिहासिक रहा है। असम, तमिलनाडु, पुडुचेरी और केरलम में भी मतदान के नए रिकॉर्ड बने हैं। इसमें भी महिलाओं की भागीदारी बहुत अधिक रही है। ये भारतीय लोकतंत्र की सबसे उजली तस्वीर बन रही है। साथियों, मैं आज चुनाव आयोग के सभी कर्मचारी भाई बहनों को, जो भी मतदान से जुड़े प्रक्रिया के सारे कर्मी थे, साथ साथ विशेष तौर पर सुरक्षा बलों का भी मैं आज बहुत बहुत अभिनंदन करता हूं। भारत के लोकतंत्र की गरिमाओं को बनाए रखने में आप सबका योगदान इतिहास हमेशा हमेशा याद रखेगा। साथियों, पिछले साल 14 नवंबर को जब बिहार चुनाव के नतीजे आए थे, तब मैंने इसी जगह से बीजेपी मुख्यालय से आप सबको कहा था, गंगा जी बिहार से आगे बहते हुए गंगा सागर तक जाती है। और आज बंगाल की जीत के साथ गंगोत्री से लेकर गंगा सागर तक कमल ही कमल खिला हुआ है। उत्तराखंड, उत्तर प्रदेश അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസിലൂടെ പുതിയൊരു സാങ്കേതിക സാധ്യത കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി തന്നെ ടെലിവിഷനിൽ പരീക്ഷിക്കുകയാണ് നമ്മൾ. അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ പറയാം. നമ്മൾ പി രാജീവിന്റെ കളമശ്ശേരി മണ്ഡലത്തെ കുറിച്ച് പറയായിരുന്നു. അവിടെ പി രാജീവ് നിലംപുത്തി. അത് പിന്നെ കളമശ്ശേരിയിൽ പി രാജീവിന് തുടക്കത്തിൽ കുറച്ച് സമയം ലീഡ് ഉണ്ടായിരുന്നു, പിന്നീട് പിറകിലേക്ക് പോയി. എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. പി രാജീവ് അവിടെ അടിയറവ് പറഞ്ഞത് വി അബ്ദുൽ ഗഫൂറിനോടാണ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. 80,606 വോട്ടുകളാണ്
അദ്ദേഹം നേടിയത്. പി രാജീവ് നേടിയ വോട്ടുകൾ 64,294, അതായത് 40.42%. MP ബിനു BDJസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ NDAക്ക് വേണ്ടി മത്സരിച്ചത്. 14,000 അതെ വോട്ടുകളാണ് BDJ സ്ഥാനാർത്ഥികളുടെ. എനിക്ക് തോന്നുന്നത് ഹാഷ്മി, പി രാജീവിനെ സംബന്ധിച്ച് അവിടെ നേരത്തെ SKN പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വ്യവസായ മന്ത്രി എന്ന നിലയിൽ, പിന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശിക തലത്തിലൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. അദ്ദേഹത്തിന് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. പക്ഷേ അതൊരു UDF മണ്ഡലമാണ്. ലീഗിന് വലിയ പേരോട്ടം. കഴിഞ്ഞ തവണ ഇതേ അബ്ദുൽ ഗഫൂർ തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ വലിയ വിയോജിപ്പ് പാർട്ടിക്ക് ലീഗിനകത്തുപോലും ഉണ്ടായി, UDF-നകത്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞിനെ മാറി ഒരു മക്കളുടെ രാഷ്ട്രീയം എന്ന മട്ടിലൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. വലിയ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. ആ കാലം കഴിയുന്നു. ആ കാലം കഴിഞ്ഞിപ്പോ ഇബ്രാഹിം കുഞ്ഞ് മരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പാണ്. അബ്ദുൽ ഗഫൂറിനോടുള്ള ആ സമയത്തെ വിയോജിപ്പുകളൊക്കെ ഇല്ലാതായി പോവുകയും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും പിന്നെ ഭരണവിരുദ്ധ വികാരം കൂടെ പ്ലസ് വന്നപ്പോഴത്തേക്കും രാജീവിനും പിടിച്ചിരിക്കാൻ കഴിയാതെ ആയി എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മന്ത്രി തന്നെയായിരുന്നു പി രാജീവ്. ഒരു നിയമമന്ത്രി എന്ന നിലയിലും അതല്ല ഒരു വ്യവസായ മന്ത്രി എന്ന നിലയിലും ഒക്കെ തന്നെ പി രാജീവ് ഒരു ജനസമ്മതനായിരുന്നു. പക്ഷേ സുനാമി അടിച്ചാൽ ഒരു ജനസമ്മതിയും വർക്കൗട്ട് ആവില്ല. കൂട്ടത്തോടെ അടിച്ചു വരുന്ന ആ കടപുഴയിൽ വീണ മന്ത്രിമാരുടെ കൂട്ടത്തിലെ പ്രധാനമന്ത്രി നമുക്ക് ഇനി ഇരിങ്ങാലക്കുടയിലോട്ട് പോവാം. തോമസ് ഉണ്ണിയാടൻ. എന്റെ ഉണ്ണിയാടാ, നിങ്ങൾ വലിയ മനുഷ്യൻ തന്നെ. ഒരു മന്ത്രി വീഴ്ച കണ്ട മണ്ഡലമാണ്. വീണ്ടും ഒരു മന്ത്രി വീഴ്ച കണ്ട മണ്ഡലമാണ്. അത് പക്ഷേ ചെറിയ വീഴ്ചയല്ല, അത്യാവശ്യം വലിയ വീഴ്ചയാണ്. തോമസ് ഉണ്ണിയാടൻ ജയിക്കുന്നത്, കേരള കോൺഗ്രസ് ജോസഫിന് തോമസ് ഉണ്ണിയാടൻ ജയിക്കുന്നത് 66,282 വോട്ടെന്ന മെച്ചപ്പെട്ട കംഫർട്ടബിൾ വോട്ട് നേടി 43.7% വോട്ടുകൾ നേടിയാണ് അവിടെ വിജയിക്കുന്നത്. ബിന്ദു 58,070 വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു. 38.32 വോട്ട് മാത്രമേ കയറുന്നുള്ളൂ. BJPയുടെ സന്തോഷ് ചെറാക്കുളം 21,000 ചില്ലുവാന വോട്ട് മാത്രം പിടിക്കുന്നു. അവിടെ 58,070 വോട്ട് എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവിടെ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ ഇപ്പോഴല്ല, ഇരിങ്ങാലക്കുടയിൽ നേരത്തെ തന്നെ ബിന്ദുവിന്റെ പരാജയ പ്രവചനങ്ങൾ കാര്യമായി പലയിടത്തും ഉണ്ടായിരുന്നു. അവിടെ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വിജയപ്രതീക്ഷ ഈ പറയുന്ന മാരകമായ ഭരണവിരുദ്ധ കൊടുങ്കാറ്റിന് മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. അതിന്റെ കൂടെ ആർക്കും സെൻസ് ചെയ്യാൻ കഴിയാത്ത, ഒരുപക്ഷെ VD സതീശന് മാത്രം സെൻസ് ചെയ്യാൻ കഴിയുന്ന ഇത്രയും വലിയ വേവ് അടിക്കുമ്പോൾ ബിന്ദുവിനും അവിടെ നിലനിൽപ്പുണ്ടായില്ല. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമുക്ക് പത്തനാപുരം മണ്ഡലത്തിലാണ് പത്തനാപുരത്തേക്ക് നമുക്ക് പോകാം. KB ഗണേഷ് കുമാറിന് അടിതെറ്റിയ മണ്ഡലം. ഒരുപക്ഷെ ഗണേഷ് ആ നിലയ്ക്ക് ഒരു പരാജയം. അല്ല, KB ഗണേഷ് കുമാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ്. പക്ഷെ ഇതിനകത്ത് KB ഗണേഷ് കുമാറിനേക്കാളും ജ്യോതികുമാർ ചാമക്കാലക്കടുത്ത് 5 കൊല്ലം നടത്തിയ കഠിനാധ്വാനം. കാര്യം ഒരു മരണം പോലും മിസ് ചെയ്തിട്ടില്ല, ഒരു കല്യാണം പോലും, നൂലുകെട്ട് പാലുകാച്ച്, എല്ലാ പരിപാടിക്കും ചാമക്കാല ഉണ്ടായിരുന്നു. ചാമക്കാല നല്ലൊരു അക്കൗണ്ടന്റ്, കാശ്മീർക്ക് അറിയാമല്ലോ. നല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതും അക്കൗണ്ട് നടപ്പാക്കുന്നതും എല്ലാം ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് പുള്ളി. അപ്പൊ ഈ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന പത്തനാപുരം മണ്ഡലത്തിൽ ഒരു 80 ചാക്കാല നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 78-ലും പുള്ളി പോയി ഉറപ്പ്. അപ്പം മാത്രമല്ല, ചരിത്രപരമായ കാര്യം കൂടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞതാ, നമ്മൾ കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ അവർ മറന്നുപോകും, പക്ഷെ മരണത്തിന് പോയാൽ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കും. അത് ഹൃദയത്തിൽ ദുഃഖസാന്ദ്രമായിട്ട് തങ്ങി നിൽക്കും. അവർ മറക്കില്ല നമ്മളെ. അപ്പൊ അതെല്ലാം മരണമെല്ലാം ഈ പറഞ്ഞ മരണത്തിന് ഇത് മാത്രമല്ല, അവിടെ അവിടുത്തെ ഒരു അപ്രഖ്യാപിത MLA അവിടെ ഗണേഷ് കുമാർ KSRTC തിരക്കിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു ഓൺ MLA പോലെ സംസ്ഥാനം മൊത്തം നോക്കണ്ടേ? അതെ, മന്ത്രി. അപ്പൊ ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു അപ്രഖ്യാപിത MLA അവിടെ നിന്നു, ജ്യോതികുമാർ ചാമക്കാല. ജ്യോതിച്ചേട്ടൻ കഠിനാധ്വാനം മാത്രമല്ല, ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞ പോലെ MLA ഞാൻ പറയട്ടെ, ജ്യോതിച്ചേട്ടൻ നമ്മുടെ ഈ ചർച്ചകളിൽ സ്ഥിരം വരുന്ന ആളായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 വർഷം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. എപ്പോ വിളിച്ചാലും പറയും ആശ്മി പത്തനാപുരത്താ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 5 ദിവസം പുള്ളി പത്തനാപുരത്താ. 5 ദിവസം പത്തനാപുരത്ത്, ഒരു ദിവസം എന്റെ സഹോദരന്റെ വീടിന്റെ പാല് കാച്ചുണ്ട്. അപ്പൊ ഈ ചാമക്കാല അവിടെ വന്നപ്പം സഹോദരൻ സുരേന്ദ്രൻ പറഞ്ഞു, ചേട്ടൻ ഇപ്പൊ വരും, കണ്ടിട്ട് സംസാരിച്ചിട്ട് പോയപ്പോരെ, ഞാൻ ജയിച്ചിട്ടല്ലാതെ SK കാണുന്ന പ്രശ്നമില്ല. എന്റെ ചാമക്കാലെ, നിങ്ങളുടെ ആത്മധൈര്യം ചാമക്കാല എപ്പോ വിളിച്ചാലും പുള്ളി പറയായിരുന്നു, ഞാൻ 10,000 വോട്ടിന് ജയിക്കും, വേണമെങ്കിൽ ഹാഷ്മി കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ, ആ ദിവസം നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന പരിപാടി നമുക്ക് ഇല്ലാത്ത നമ്മൾ ചെയ്തില്ല. പക്ഷേ ചാമക്കാല വെരി മച്ച് കോൺഫിഡന്റ്, സൂപ്പർ കോൺഫിഡന്റ്. അതുപോലെ മാത്രമല്ല, കഠിനാധ്വാനം നടത്തിയാൽ അതിന് ഫലമുണ്ടാകും എന്ന് തെളിയിച്ച കേരളത്തിലെ ഏക വിജയതയോ ഉറപ്പായിട്ടും വിജയിച്ചു. അത് വേറെ കാര്യം. റെഡി. അപ്പൊ നമുക്കത് വന്ന് നമ്മളെ പത്തനാപുരം വന്നില്ല. പത്തനാപുരം വന്നിട്ട് നമുക്ക് പത്തനാപുരത്തിലേക്ക് നമ്മൾ പോയില്ല. പോയില്ല. നമ്മള് പടയുന്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്
അത്യാവശ്യം തരക്കേടില്ലാത്ത വിജയമാണ് എന്ന് പത്തനാപുരത്ത് ഒരു പക്ഷേ അതാ 68,275 വോട്ടുകൾക്കാണ് 50.50% വോട്ട് പിടിച്ചുകൊണ്ടാണ് സാക്ഷാൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തിന്റെ പുതിയ MLA ആയി വരുന്നത്. കെ പി ഗണേഷ് കുമാർ അവിടെ പല ടീമുകളിൽ ഏത് അടിയൊഴുക്കുണ്ടായാലും എന്ത് സംഭവിച്ചാലും അവിടെ ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് ആത്മാർത്ഥമായി എല്ലാവരും കരുതി. അത് കെ പി ഗണേഷ് കുമാർ മാത്രമാണ്. റെസ്റ്റ് ഓഫ് ഇപ്പോൾ ചാമക്കാല ജയിക്കുന്നു പറയുമ്പോൾ SK യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിശ്വസിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർ ജയിക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ചാമക്കാല ഉൾപ്പെടുത്തിയിട്ടില്ല. ആധികാരികം ഞാൻ പറയുന്നു, കോൺഗ്രസിന് കനകോലുവിന്റെ പട്ടികയിൽ ചാമക്കാരയില്ല, ASC സർവേ പട്ടികയിൽ ചാമക്കാരയില്ല. കോൺഗ്രസ് വെറുതെ ഒരു കാര്യമില്ല. അപ്പോ അവിടെ കെ പി ഗണേഷ് കുമാർ 59,965 വോട്ട് ജയിക്കുന്നു. അവിടെ 2020 ആയിരുന്നു സീറ്റ്. അനിൽകുമാർ 7,031 വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്നു. അപ്പൊ എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയുടെ കഠിനാധ്വാനം അത് ഫ്രൂട്ട്ഫുൾ ആകുന്നു. ഈ രാത്രി ജ്യോതി ചേട്ടന് സുഖമായി ഉറങ്ങാം. ഓക്കെ തീർച്ചയായിട്ടും ജ്യോതികുമാർ നല്ലൊരു നിദ്ര ഞങ്ങൾ നേരുന്നു. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. പായൊന്നും ചവിട്ടി കീറാതെ നന്നായിട്ട് ഉറങ്ങിക്കോളൂ. ആ ചവിട്ടി കീറി നമ്മൾ ഉദ്ദേശിച്ച് ചിലപ്പോൾ ചാമക്കാരെ കത്തി കാണത്തില്ല. ഉറക്കം വരാത്ത രാത്രികൾ നമ്മൾ ഇങ്ങനെ ചവിട്ടി കീറുമല്ലോ, അതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? നമ്മളിവിടെ ഇവിടെ 3D അനമോർഫിക് ലൈവ് 3D പാ ചവിട്ടി കീറുന്ന കാര്യം പറഞ്ഞത് ശരിയാണോ? എന്ത് അനമോർഫിക്ക് വന്നാലും ഈ പായ നമ്മൾ വിട്ട് കളയത്തില്ല കേട്ടോ. പായും തലയാണേയും പണ്ട് നമ്മൾ ചുരുട്ടി കെട്ടിക്കൊണ്ട് പോയ അതാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള സാധനം. ഈ പായ ഒരു അപൂർവം. നമ്മൾ ഉള്ളിൽ നാടൻ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സങ്കീർണമായി വാർത്ത വരുന്നുണ്ട്. പിണറായി വിജയൻ രാജിവെച്ചു, ഗവർണർ രാജി സ്വീകരിച്ചു അല്ലേ? അത് തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫ് കോഴ്സ് പ്രൊസീജിയർ. പിണറായി കാവൽ മുഖ്യമന്ത്രിയായിരുന്നു ഈ ദിവസങ്ങളിൽ. അത് കഴിയുന്നു, പുതിയ ആളാവുന്നു. നാളത്തെ മന്ത്രിസഭ ഉണ്ടായിരുന്നു, അതുകൂടി ക്യാൻസൽ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ എന്ത് മന്ത്രിസഭാ യോഗം നമുക്ക് ഇടുക്കിയിലും സമാനമായ രീതിയിൽ. ഇടുക്കിയിലെ മിടുക്കൻ ആരാണ്? ഇപ്പൊ വരും. ഇടുക്കിയിൽ ആഞ്ഞടിച്ച വലിയ വിജയം അവിടെയും സംഭവിച്ചു. ഇടുക്കിയിലും ഈ പറയുന്ന ഇഞ്ചോടിഞ്ച് കട്ടക്കേട്ട ഈ പറയുന്ന വലിയ വീഴ്ചകൾ, വലിയ വാഴ്ചകൾ സംഭവിച്ച ഇടുക്കിയുടെ കണക്കുകൾ ഇപ്പോൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല ആഷ്മി, ഇതിനിടയ്ക്ക് നമ്മൾ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ ചിലപ്പോൾ ചില പ്രേക്ഷകർക്ക് പ്രശ്നമായി കാണും. ഈ നമ്മൾ ഈ മറ്റേ പൈപ്പ് പൊട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രയോഗം നടത്തത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി പിന്നിൽ പോയ സമയം ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞ കേട്ടപ്പോൾ നമ്മൾ ഷോക്കഡായി. അപ്പൊ അതിന്റെ അവിശ്വാസത്തിൽ അയ്യോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ആരെയും നമ്മളങ്ങനെ പരിഹരിക്കില്ല. അത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്ന് VD സതീശൻ പുറത്ത് പിന്നിൽ പോയി. അങ്ങനെ വരവായിരുന്നു. മാത്രമല്ല ഒരു അനർഗളമായ ഒരു പ്രവാഹം. അയ്യോ അതെ, പറവൂർ VD സതീശൻ പിന്നിൽ പോയി. നമ്മൾ അപ്പോഴും ഇതേ സ്വാഭാവികം. അപ്പൊ ഇടുക്കിയിൽ സാക്ഷാൽ റോഷി അഗസ്റ്റിൻ 46,740 വോട്ടുകൾക്ക് തോറ്റുപോയ ഒരു ചരിത്ര പരാജയത്തിന്റെ ഇലക്ഷൻ ആയിരുന്നു. അവിടെ റോയ് കെ പൗലോസ് കേരള കോൺഗ്രസ് നേതാവ് അവിടെ 70,562 വോട്ടുകൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അവിടെ വലിയ ഭൂരിപക്ഷമാണ്, 55% വോട്ട്, 36% വോട്ടേ റോഷിക്ക് നേടാൻ കഴിയുന്നുള്ളൂ. പ്രതീഷ് പ്രഭ എന്ന് പറഞ്ഞ BDJ സ്ഥാനാർത്ഥിക്ക് മുൻപ് അവിടെ 10,000 താഴെ മാത്രം വോട്ട്. ഈ റോഷി അഗസ്റ്റിനെ പറ്റി എപ്പോഴും പറയാം, റോഷി അഗസ്റ്റിന് അവിടുത്തെ മണ്ഡലത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബന്ധം, എല്ലാവരും തോളത്ത് കേട്ട് സംസാരിക്കൽ, എല്ലാവരോടും ഭയങ്കര ബന്ധം. പക്ഷേ ആ ബന്ധം വോട്ടായില്ല എന്നുള്ളതാണ്. റോയി പൗലോസിന്റെ ആത്മവിശ്വാസം നമ്മൾ വലിയ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനുള്ള വണ്ടി വരെ രാവിലെ തന്നെ തയ്യാറാക്കിയിട്ടവനാണ്. അത് മാത്രമല്ല, ഈ റോയ് കെ പോലത്തെ ആള് കുറച്ച് റഫ് ആൻഡ് ടഫാണ്. ആൾക്കാരോടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇനി വോട്ട് ചോദിക്കാൻ പോയാൽ പുള്ളി കുറച്ച് മുഖം കറുപ്പിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ഹൈ റേഞ്ചുകാരുടേതായിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയക്കാരനല്ല. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് ആദ്യം അവിടുത്തെ പ്രവർത്തകർ സംസാരിക്കാൻ പറയുമായിരുന്നു, ഇനി ആ സ്വഭാവം കാരണം വോട്ട് പോകുന്ന പേടി. നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ രാഹുൽ വിജയൻ അടക്കമുള്ള ആ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് കളി മാറി എന്ന് പറഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരവും അദ്ദേഹത്തിന്റെ ഒരു ജെനുവിനിറ്റിയൊക്കെ ആൾക്കാർക്ക് ബോധ്യമാവുന്നതോടുകൂടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് 70,562 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് റോയ് കെ പോലോ സഭയിലേക്ക് വരികയാണ്. റോഷി ഈ പറഞ്ഞ പൈപ്പ് അതിൽ പറയണ്ട പോട്ടെ, ആ സമയത്ത് പറഞ്ഞു. ഓക്കെ ആഷ്മി ഗോപികൃഷ്ണൻ, നമുക്കിനി നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോകണം. അവിടെ ദിലീപ് കുമാർ ഉണ്ട്, അതുപോലെ അസിത സഹീറുണ്ട്. ഓവർ ടു ബി ദിലീപ് കുമാർ. ദിലീപ് അവിടെ ഉണ്ടോ ജീവനോടെ? ഇവിടെ ഉണ്ട്. വലിയ സുനാമിക്ക് ശേഷം, രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ശേഷം അതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ BJP NDA ഈ തെരഞ്ഞെടുപ്പിൽ
എന്ത് തരത്തിലുള്ള പ്രകടനം, അവരുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ഏതായാലും നേരത്തെ തന്നെ അറിഞ്ഞതാണ്. 3 സീറ്റുകൾ ലഭിച്ചു. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കണക്ക് കൂട്ടിയതിൻ്റെ അത്രത്തോളം വന്നിട്ടില്ല. അവർ ഒരുപക്ഷെ 8 സീറ്റുകൾ വരെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 3 സീറ്റുകൾ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല പെർഫോമൻസ് ആണ് BJP NDA ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. 3 സീറ്റുകൾ അവർക്ക് നേടാനാകുന്നു. അത് നേമമാണ് ഒന്ന്, കഴക്കൂട്ടം, ചാത്തന്നൂറാണ്. ദിലീപ്, അതിൽ നിയമവും കഴക്കൂട്ടവും ആവർത്തിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ചാത്തന്നൂർ പക്ഷെ അവരുടെ A+ മണ്ഡലം തന്നെയായിരുന്നു. അത് വളരെ നല്ല കൺസിസ്റ്റന്റ് ആയ പെർഫോമൻസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ചാത്തന്നൂരിൽ അവർ കാഴ്ചവെച്ചിരുന്നു. അങ്ങനെ ഇത്തവണ ബി ഗോപകുമാറിലൂടെ ചാത്തന്നൂർ മണ്ഡലം അത് NDA പക്ഷത്തേക്ക്, BJP പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. NDAയുടെ വോട്ട് ഷെയർ എന്താണ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരിശോധിക്കാം. അത് 11.45% NDAയുടെ വോട്ട് ഷെയർ. ദിലീപ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് നേടുമ്പോഴാണ് NDAയുടെ പോളിംഗ് പെർസെന്റേജ് 11.45. പക്ഷെ കഴിഞ്ഞ തവണ അത് 12.41 ആയിരുന്നു. അപ്പോൾ ഇത്തവണ കുറയുകയാണ്. 3 സീറ്റ് നേടുന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് പക്ഷേ NDAക്ക് കുറയുകയാണല്ലേ? അതെ, വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നുണ്ടെങ്കിലും നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ അവർക്ക് നേരത്തെ 2016 1 സീറ്റ് മാത്രമുണ്ടായിരുന്നു. O രാജഗോപാൽ നേമത്ത് വിജയിച്ചു. അതിനുശേഷം 2021 നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് CPIM നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് V ശിവൻകുട്ടി അക്കൗണ്ട് റീഓപ്പൺ ചെയ്തിരിക്കുന്നു BJP എന്നുള്ളതാണ്. പക്ഷേ ദിലീപ്, ഇതിൽ കൗതുകകരമായ ഒരു കാര്യം NDAയുടെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ടുണ്ട്. 2016 ഏറ്റവും നല്ല പെർഫോമൻസ് NDAക്ക് BJPക്ക് കാഴ്ചവെക്കാനായത്. അത് 16.6% അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് ആകെ. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നത്. 2021 എത്തുമ്പോൾ അക്കൗണ്ട് പൂട്ടുന്നു. അതിനോടൊപ്പം തന്നെ 12.41 വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നുണ്ട്. പക്ഷേ 3 സീറ്റ് നേടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 11.45% അത് കുറയുകയാണ്. നമുക്ക് ഒരു വാർത്തയിലേക്ക് കടക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഗവർണർ രാജി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. R ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ്, തെരഞ്ഞെടുപ്പ് ഫലം എതിരായതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. രാജ്ഭവനിലേക്ക് കത്ത് പ്രത്യേക ദൂതൻ വഴി നൽകുകയായിരുന്നു. ഗവർണർ രാജി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ കാവൽ മന്ത്രിസഭ എന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നവരെ അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായി തുടരും. നാളെ നടത്താനിരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം നേരത്തെ ഉപേക്ഷിച്ച കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരിക്കുന്നു. ദിലീപ്, അതൊരു ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ആ രാജി സമർപ്പിച്ചിരിക്കുന്നു. ഗവർണർ അത് സ്വീകരിച്ചു. കാവൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരും, പുതിയ മുഖ്യമന്ത്രി ചുമതല ഏൽക്കുന്നതുവരെ. ഇന്നറിയാം, ഒരു പൊളിറ്റിക്കൽ സുനാമി അടിച്ച ദിവസമാണെന്ന്. ഒരുപക്ഷെ LDF ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ല. UDF ഒരു കാരണവശാലും VD സതീശനെ പോലുള്ള അപൂർവം ചില രാഷ്ട്രീയ നേതാക്കന്മാരല്ലാതെ ഈ 100-ലധികം കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. ചരിത്രം തിരുത്തി എഴുതിയ കുറേ ഫലങ്ങൾ ഇന്ന് കണ്ടു. അതിലെ ഒന്നാണ് പയ്യന്നൂർ, മറ്റൊന്നാണ് തൃക്കരിപ്പൂർ. കാശ്മീർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആരായിരുന്നു തൃക്കരിപ്പൂരിലേക്ക് വണ്ടി കയറി എന്ന് പറഞ്ഞത്? സന്ദീപ് വാര്യർ. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഇവിടുന്ന് വണ്ടി കയറി ഒരു വരുത്തൻ ആളുകൾ പറയുന്ന രീതിയിൽ അവിടെ ചെന്നിറങ്ങി തൃക്കരിപ്പൂർ പിടിച്ചു. സന്ദീപ് കൊടുക്കാൻ കോൺഗ്രസ് സീറ്റുകളൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ ആലോചിച്ച് എവിടെ സീറ്റില്ല, എങ്ങുമില്ല. എവിടെങ്കിലും അളിയനോട് പോയി പിടിച്ചു, ആ സീറ്റ് പിടിച്ചു. ഓർത്തു നോക്കണം. പോലെ അവിടുത്തെ നാട്ടുകാരനെ അതേപോലെയാണ് തളിപ്പറമ്പ് നമ്മളെ ഞെട്ടിച്ചു. അമ്പലപ്പുഴ, ചാത്തന്നൂർ, ഇതൊക്കെ ഈ ഇന്നത്തെ ലിസ്റ്റിലാണ്. ഇനി നമ്മൾ അതിലേക്കൊന്ന് വിശദമായി കിടക്കുന്നു. ഹിസ്റ്റോറിക് വിന്നിംഗ്. ആദ്യം എസ്കേൻ പയ്യന്നൂർ തന്നെയാണ്, ഒരു തർക്കമില്ല. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ, നമ്മുടെ പ്രജിൻസിനോട് ചോദിച്ചാൽ അറിയാം, പാർട്ടിയുടെ കൊടുങ്കോട്ടയാണ്. ഏത് കൊടുങ്കാറ്റടിച്ചാലും ഇന്നേ വരെ, അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇളകാത്ത ഒരു കൊടുങ്കോട്ടയാണ്. അവിടെ പയ്യന്നൂരിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ഇവിടെ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിക്കുന്നു എന്ന് പറയുന്നു. അത് വളരെ വൈകാരിക പ്രശ്നമാവുന്നു. അദ്ദേഹത്തെ പുറത്താക്കുന്നു, അദ്ദേഹത്തെ കൊലംകുത്തി എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ അധികാരത്തോട് ആർത്തിയുള്ള ആളെന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ ഇല്ലാത്തതൊക്കെ വിളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു കൃഷകാത്തനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ, ആ മനുഷ്യനൊപ്പം ആ പയ്യന്നൂരിലെ പാർട്ടിക്കാർ നിൽക്കുന്നു, വിജയിക്കുന്നു. SK എന്തോ ഒരു വലിയ വിജയമാണ് എന്നാലോചിച്ചോ. പയ്യന്നൂർ റിസൾട്ട് വരികയാണ്. പയ്യന്നൂര് ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണൻ ജയിക്കുമെന്ന് ആരുമാരും കരുതിയിരുന്നതല്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശനോ കുഞ്ഞികൃഷ്ണനോ മാത്രമല്ലാതെ ആരുമാരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അഥവാ തളിപ്പറമ്പ്
76,640 വോട്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ വോട്ടല്ല. 49% വോട്ടാണ്. 46% വോട്ട് മാത്രമാണ് അവിടെ, 44% വോട്ട് മാത്രമാണ് അവിടെ CPM TM മസൂദൻ, അവിടെ പാർട്ടിയുടെ കൊടുങ്കോട്ടയിൽ പാർട്ടിയുടെ മാനസപുത്രൻ, അവിടെ ജില്ലാ സെക്രട്ടറി അടക്കം മാനസപുത്രൻ, എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവിന് നേടാൻ കഴിഞ്ഞത് 69,000-ലധികം വോട്ട്, 64% മാത്രം. എന്നാൽ 6% വോട്ട് കുഞ്ഞികൃഷ്ണൻ പിടിച്ചുവെങ്കിൽ അവിടുന്ന് SKN അവിടെ പാർട്ടി വോട്ട് പോയിട്ടുണ്ട്. നോ ഡൗട്ട് അവിടുത്തെ കോൺഗ്രസ് വോട്ട് മാത്രമല്ല, അവിടുത്തെ പാർട്ടി വോട്ട് കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പോളിയപ്പെട്ടു. അല്ലാതെ അവിടെ ഒരു വിജയം സാധ്യമാവില്ല. അപ്പോൾ പാർട്ടി വോട്ട് പോയെങ്കിൽ നേരത്തെ എന്നെ വിളിച്ച സഖാവ് പറഞ്ഞ പോലെ പാർട്ടിക്കാർ ജയിച്ചു, അവിടെ പാർട്ടി തോറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞ വൈഗ SKN CPM-നും ഈ പറഞ്ഞ CPM മാത്രം എല്ലാ പാർട്ടികൾക്കും രക്തസാക്ഷി. ആ പാർട്ടിക്ക് വേണ്ടി ചോര ഒഴുക്കി ജീവൻ വെടിഞ്ഞവനാണ്. അവന് വേണ്ടി പിരിച്ച പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ ആരോപണം അത് വൈകാരികമാണ്. ആ ആരോപണം ഉന്നയിച്ച പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആരോപണം ശരിയാണ് എന്ന് പയ്യന്നൂരിലെ പാർട്ടിക്കാർ വിശ്വസിക്കുന്നു. അതിന്റെ ഫലമാണ് അവിടെ കണ്ട വിജയം പയ്യന്നൂർ. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഗോപികൃഷ്ണൻ, നമുക്കിനി തൃക്കരിപ്പൂരിലേക്കാണ് പോകേണ്ടത്. അതായത് വണ്ടി കയറിപ്പോയ വരുത്തൻ. ഈ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ ആനുകൂല്യം കിട്ടി സന്ദീപ് വാര്യർക്ക് ഈ തൃക്കരിപ്പൂരിൽ എന്ന് നമുക്ക് പറയാം. 83,109 വോട്ടാണ് അദ്ദേഹം നേടിയത്. 78,678 VPP മുസ്തഫ വിജയം ഉറപ്പിച്ച മണ്ഡലമായിരുന്നു. അവിടെ 78,000 വോട്ടുകളാണ് VPP മുസ്തഫ കിട്ടിയത്. അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ തരംഗം ഉണ്ടാകുന്നു. അതിൽ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത അനുഭവങ്ങൾ പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലങ്ങൾ കാണുമ്പോൾ തൃക്കരിപ്പൂരിലും ഇതുപോലെ വലിയൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ ആനുകൂല്യം അവർക്ക് കിട്ടുന്നു എന്നാണ്. തൃക്കരിപ്പൂർ തങ്കയത്ത് CPM ഓഫീസിന് നേരെ ആക്രമണം നടക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം അല്പസമയത്തിനകം തന്നെ. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, എന്താണ് അവിടെ സംഭവിച്ചത് CPM ഓഫീസിൽ? തീർച്ചയായും ഇന്ന് വൈകുന്നേരം UDF-ന്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കുന്നതിനിടെയാണ് തങ്കയം മുക്കിലുള്ള CPM ഓഫീസിലേക്ക് UDF പ്രവർത്തകർ അതിക്രമിച്ചു കയറുകയും അവർ പടക്കമെറിയുകയും ചെയ്തത്. പിന്നാലെ ഓഫീസിനകത്ത് കയറി ഫർണിച്ചർ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നേരത്തെ GK പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ഒരു വിജയം അത് LDF-നെ ഞെട്ടിപ്പിച്ചുവെങ്കിലും UDF-ന് അമിതാഘാതം പകരുന്നതായിരുന്നു. 4,431 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥി തൃക്കരിപ്പൂരിൽ ജയിക്കുന്നത്. മണ്ഡലത്തിന്റെ 60 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃക്കരിപ്പൂർ മണ്ഡലം UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അത് ഉൾക്കൊള്ളാൻ ആയിരുന്നില്ല LDF-നെ. അതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF-ന്റെ പ്രകടനം പോകുന്നു. ബൈക്കുകളിലും മറ്റുമായി എത്തിയ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പടക്കമെറിയുകയും ഓഫീസിനകത്ത് കയറി ഫർണിച്ചറുകളും മറ്റും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നതിലും ചന്ദേര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ അക്രമ ദൃശ്യം UDF പ്രവർത്തകർ റീൽസായി ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. GK SKN അവിടെ എന്ന് പറഞ്ഞാൽ ആ കാലുഷ്യം അവിടെ ഉണ്ടായിരുന്നു. ആ കാലുഷ്യം അധികം നേരം മുന്നോട്ട് പോകാതിരിക്കട്ടെ. കേരളത്തിന്റെ തലവര നിർണയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധി അതാണ് ഇന്ന് ഉണ്ടായത്. ആ വിധി ദിനം ജനം കണ്ടത് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ 24-ലൂടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രേക്ഷകർ ഈ വിധി ദിനം 24-ലൂടെ കണ്ടു, ആസ്വദിച്ചു, അനുഭവിച്ചു. ഒരു സമയത്ത് 6 ലക്ഷത്തിലധികം ആളുകളാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ജീവനുള്ള പ്രേക്ഷകർ യൂട്യൂബിലൂടെ തത്സമയം തെരഞ്ഞെടുപ്പ് ഫലം 24-ലൂടെ കണ്ടത്. ലോകമെമ്പാടുമുള്ള മലയാളി ജനസമൂഹം ഒന്നിച്ചൊന്നായി 24-ലേക്ക് ഒഴുകി വരുന്ന അപൂർവമായ ദൃശ്യത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. താങ്ക് യു അവർ ഡിയർ വ്യൂവേഴ്സ്. SKN അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. ഒരേ ഒരു SKN 24-ന്റെ ക്യാപ്റ്റൻ SKN വീരവണക്കം. വാ, തോളോട് തോൾ ചേർത്ത് പോരാടം, അതിർത്തികൾ തകർത്തണം. വാ SKN, ഓടി വാ. പുലർച്ചെ 5 മണി മുതൽ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി എത്തിയ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ 24-നൊപ്പം പ്രേക്ഷകരും കൂടെ കൂടി. രാവിലെ 8 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവിട്ടതും 24 തന്നെ. DMK 29 സീറ്റ്, அங்க ADMK 9 சீட்டு, டோட்டல் 234 சீറ്റ് ടോട്ടൽ വരാതെ അതർ മറ്റുള്ള அப்படியே കിടക്കുന്നത്. അറമയാണ് DMK ബഹുദൂരം മുന്നില്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിന്റെ നാനാദിക്കുകളിലും 24 തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രേക്ഷകരുടെ ഇഷ്ട ചാനൽ. കിഴക്ക് ഓസ്ട്രേലിയ മുതൽ പടിഞ്ഞാറ് അമേരിക്ക വരെ എവിടെയും മലയാളികൾ കണ്ടത് 24 തന്നെ. ഒരു
ഒരു ഘട്ടത്തിൽ 6 ലക്ഷത്തിലധികം പേരാണ് 24 യൂട്യൂബ് ചാനലിലൂടെ കണ്ടത്. ഇതോടെ വിധിദിനം പ്രേക്ഷകരുടെ വിധി 24ന് അനുകൂലമായി മാറി. കേരളത്തിൽ കണ്ടത് UDF സുനാമിയായിരുന്നെങ്കിൽ യൂട്യൂബിൽ ആ സുനാമി 24ന്റേതായിരുന്നു. നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകര്, ജീവനുള്ള പ്രേക്ഷകർ, എന്തോ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകൻ, അപ്പൊ ആ പ്രേക്ഷകൻ 6 ലക്ഷം കടന്നു. Thank you, dear pressure. Thank you, my dears. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗോപികൃഷ്ണൻ ഒരു നന്ദി പറഞ്ഞോളൂ. ആഷ്മി ഒരു നന്ദി പറഞ്ഞോളൂ. താങ്ക് യു. വി സല്യൂട്ട് യു. കാര്യം പ്രേക്ഷകനും പ്രക്ഷേപകരും ഒന്നിച്ചായി മാറിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. യഥാർത്ഥ UDF ഒരു സന്തോഷം പകർന്നതുപോലെ നമുക്കും വലിയ സന്തോഷം. ചിലപ്പം ഓവറാക്കി ചെലവാക്കാറ് അപ്പുകുട്ട പോലെ ഉണ്ടായിട്ടുണ്ടാവാം. മാത്രമല്ല നമ്മുടെ ചില ചാനലുകാരൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ചളമായി കാണും. ഈ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചളമാവും അല്ലെങ്കിൽ സൂപ്പറാവും. അതിനിടയിൽ ഒരു വഴിയില്ല. അതാണ് ഈ തമാശത്തിന്റെ ഒരു ദുര്യോ. ഇത് വേളൂർ കൃഷ്ണൻകുട്ടി മുതൽ സുകുമാർ വരെ അനുഭവിച്ച ഓവറായി. ചില സമയത്തൊക്കെ നമുക്ക് തന്നെ നീ എന്തടേ കാണിക്കുന്നു എന്ന് നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പക്ഷേ നമുക്ക് ഇതെല്ലാം നിങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാവൂ. പരാജയപ്പെട്ടവരോട് നമ്മുടെ മനസ്സുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതൽ നന്നായാൽ ഈ ആൾക്കാരെ ജയിപ്പിക്കും അല്ലെ. വിജയിച്ചവർ ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല. അതെ അതെ. മാത്രമല്ല ഭരണത്തിൽ സുതാര്യത വേണം. ആളുകളെ കൂടെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക അല്ലേ. അപകടകാരികളെ കൂടെ കൂട്ടിയാൽ ആടപടലം വീഴും. അധികാരം ദാർഷ്ട്യത്തിലേക്ക് വഴിമാറാതിരിക്കട്ടെ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് ലോക പ്രശസ്തമായ ഒരു ഡിക്റ്റമാണ്. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ആം ഐ കറക്റ്റ്? ഓക്കെ. അപ്പൊ ഗോപി, നമുക്ക് നമ്മുടെ ഈ ലൈവ് 3D അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് പകർന്നു തന്നത് ഗ്രേ ഇന്ററാക്റ്റീവ് എന്ന സ്ഥാപനമാണ്. അതിന്റെ ജീവാത്മാവും പരമാത്മാവുമായ CEO സച്ചിൻ രാജീവ് വേദിയിലേക്ക്. ഹായ് സച്ചിൻ രാജീവ്, മ്യൂസിക് ഇട്ട് കൊടുക്കൂ. സച്ചിൻ രാജീവ്, ഹായ് സച്ചിൻ രാജീവ്, ഒരു കൈ ഇവിടെ കൊടുക്കൂ. സച്ചിൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് സച്ചിൻ രാജീവിനെ മ്യൂസിക് ഇട്ട് കയറ്റി ക്രെഡിറ്റ് നമുക്കല്ലേ? അതെ, തീർച്ചയായും. നമ്മളെ ആൾക്കാരെ മ്യൂസിക് ഇട്ട് കയറ്റും. അതാണ് നമ്മുടെ ഒരു സച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ പൂജാതനായി. ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. പഴങ്ങനാട്. ജനിച്ചത് ഇവിടെയാണോ? അല്ല, ഞാൻ ജനിച്ചു വളർന്നതും മലപ്പുറമാണ്, മഞ്ചേരി എന്ന് പറഞ്ഞ. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമല്ലേ. ഓക്കെ. അപ്പൊ വളർന്നത് ഇപ്പൊ എറണാകുളമാണ് തട്ടകം. ബാംഗ്ലൂർ ഓഫീസുണ്ട്. ദുബായിലേക്ക് യാത്രയുണ്ട്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം അല്ലേ, യുദ്ധത്തിന്റെ കാലമല്ലേ. ഇന്നൊരു അലേർട്ട് വന്നെന്ന് പറഞ്ഞു അവിടെ. അവിടെ അതൊക്കെ അറിഞ്ഞു, അപ്ഡേറ്റഡാ. അപ്പൊ ഇതിന്റെ ഈ അനമോർഫിക് ഈ വീഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് അതിനെ കുറിച്ചൊന്ന് പറയൂ. സോ ബേസിക്കലി നമ്മൾ ഇത് ആക്ച്വലി ഒരു 2 ഡയമെൻഷണൽ സ്ക്രീൻ ആണ്. നമ്മൾ പക്ഷേ വിഷ്വൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ കോണ്ടന്റ് ഇതൊരു സ്ക്രീനിൽ നിന്ന് ചില എലമെന്റ്സ് പുറത്തേക്ക് വരുന്ന പോലെ ഒരു എഫക്ട് കൊടുക്കുന്നു. അതെ, ആ ഒരു എലമെന്റ്സ്. ഇപ്പൊ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇതിനകത്ത് വന്ന വാട്ടർ മെട്രോ ആണെങ്കിലും ട്രെയിൻസ് ആണെങ്കിലും KSRTC ഒക്കെ നമ്മൾ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഒരു എഫക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ. 2D വഴി 3D കയറുക. അതെ, 2D ഡിവൈസ്, 2D ഹാർഡ്വെയർ, 2D ഡിസ്പ്ലേ. ബട്ട് വാട്ട് യു ആർ വാച്ചിങ് ഇസ് വാട്ടർ മെട്രോയും. ഓക്കെ. അതെ അതെ. ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായിട്ടല്ല, ടെലിവിഷനിൽ ഇത് ആദ്യമായിട്ടാണ് ലൈവ് ഇന്ററാക്റ്റീവ് ഒരു അനമോർഫിക് ആപ്ലിക്കേഷൻ ഇതുവരെ ഇല്ല. ഫസ്റ്റ് ടൈം. വേൾഡിലും ഇല്ല. വേൾഡിലുണ്ടോ എന്ന് എനിക്ക് അത്രയും തള്ളണോ നമ്മള്? ഇന്ത്യയിലെ ഇതാദ്യമായിട്ട്, ഇന്ത്യയിലെ ടെലിവിഷൻ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കാരണം നിങ്ങൾ പറയുന്ന മണ്ഡലങ്ങളുടെ ഡേറ്റ അവിടെ നിന്ന് തന്നെ ട്രിഗർ ചെയ്ത് ഓട്ടോമാറ്റിക്കലി കാണുന്നുണ്ട്. താങ്കൾ ഒരു ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, ഒന്നുമല്ല. ഞാനൊരു ക്രിയേറ്റീവ് ടെക്നോളജിസ്റ്റ് ആണ്. നമ്മളെ കൂടെ അതിനോട് ചേർത്തൂടെ? പിന്നെന്താ, നമുക്ക് ഈ ടെക്നോളജി ആയിട്ടൊക്കെ നടന്ന്. അല്ല, എനിക്ക് തോന്നുന്നത് എന്താണ് ഈ അനമോർഫിക് ലെൻസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് ഈ അനമോർഫിക് എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ നന്നായി. ബേസിക്കലി നമ്മൾ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ട, കുറച്ചു പേർക്ക് അറിയാം. നമ്മൾ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഇല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. കാണുന്ന പെർസ്പെക്റ്റീവിനെ നമ്മൾ ചെറുതായിട്ട് കബളിപ്പിക്കുകയാണ്. വിഷ്വൽസ് വെച്ചിട്ടും ഈ ബ്ലാക്ക് ഏരിയാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കബളിപ്പിക്കുന്ന ഒരു 3D ആനിമേഷൻ ടെക്നിക്കാണ്. പക്ഷെ നമ്മളെ ഫാക്സിന് ഞങ്ങൾ അത് ചെയ്യാറില്ല. അതെ, പക്ഷെ നിങ്ങൾ അതിന്റെ പല സാങ്കേതിക ഈ പറഞ്ഞ പോലെ ഓരോ എലമെന്റ്സ് പുറത്തേക്ക് വരുമ്പോഴും മാറി നിൽക്കുന്ന പറയും. ഇതൊക്കെ അതിനെ ഓഡിയൻസിനെ കൂടുതൽ എൻഗേജ് ചെയ്യും. സച്ചിൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഒരു ആശയം കൊണ്ടുവന്നപ്പോ തന്നെ വലുപ്പച്ചെറുപ്പം നോക്കാം നമ്മളൊക്കെ ചേർത്ത് നിർത്തിയ 24-നാണ്. തീർച്ചയായിട്ടും. സച്ചിൻ വിവാഹിതനാണോ? അതെ. ഭാര്യയോട് നമ്മുടെ അന്വേഷണം. പിന്നെ തീർച്ചയായിട്ടും കണ്ടുകൊണ്ട്. വൈഫിന്റെ പേര് പറഞ്ഞില്ല. വൈഫിന്റെ പേര് ഐശ്വര്യ ശ്യാംകുമാർ. ഈ ശ്യാംകുമാർ ആര്?
ഐശ്വര്യ ശ്യാംകുമാർ. എന്തായാലും നമ്മുടെ വിഷ്വൽ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു പുലിയാണ്. ഭാര്യയുടെ മുമ്പിൽ ഒരു വെയിറ്റ് ഉണ്ടാക്കാൻ വലിയ പാടാണ്. അല്ല അതാ ഞാനത് പറയരുത്. ആ ലോക സത്യം അങ്ങേ അറിയിക്കുക. ആരെയും കേട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. റെഡി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. താങ്കളുടെ സാങ്കേതിക സാധ്യതകളുമായി മുന്നോട്ട് പോവുക. താങ്കൾക്ക് ഐശ്വര്യങ്ങളെ ഉണ്ടാവും. ഇതാ വഴി. റെഡി. മ്യൂസിക് ഇട്ട് കയറ്റി മ്യൂസിക് ഇട്ട് ഇറക്കി. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മള് അപ്പൊ ഇനിയിപ്പോ നാളെ മുതൽ ചർച്ചകൾ തുടങ്ങുകയാണ്. ആ ചർച്ചകളിൽ നിന്ന് പറഞ്ഞാൽ ചർച്ചകളുടെ ഒരു പണ്ടാരപ്പെട്ടി അല്ലെങ്കിൽ പണ്ടോര ബോക്സ് തുറക്കാണ് എന്ന് പറഞ്ഞാൽ പണ്ടോരപ്പെട്ടി. LDFന്റെ ചർച്ചകൾ എങ്ങനെ തോറ്റു, എന്തുകൊണ്ട് ഇത്ര കനത്ത പരാജയം, എന്തുകൊണ്ട് പയ്യന്നൂരും തളിപ്പറമ്പും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള പാർട്ടി കോട്ടകൾ, അമ്പലപ്പുഴ അടക്കമുള്ള പാർട്ടി കോട്ടകൾ തങ്ങളെ കൈവിട്ടു എന്ന ചോദ്യം, എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണനെയും എന്തുകൊണ്ട് TK ഗോവിന്ദനെയും നമ്മൾ കുലംകുത്തികളെന്ന് വിളിച്ചിട്ടും പാർട്ടി വർഗവഞ്ചരെന്ന് വിളിച്ചിട്ടും അവിടെ പാർട്ടിക്കാർ അവർക്ക് നിന്ന് എന്ന നിർണായക ഗുരുതരമായ ചർച്ച ആ വഴിക്ക് എങ്ങനെ പോകുന്നു. പാർട്ടി സെക്രട്ടറി മാറേണ്ടതുണ്ടോ, സെക്രട്ടേറിയറ്റ് മാറേണ്ടതുണ്ടോ, സെക്രട്ടറി മാറിയാൽ അത് സമ്മേളന കാലയളവിലാണോ മാറേണ്ടി വരിക, പ്രതിപക്ഷ നേതാവ് എന്ന ഘട്ടിൽ LDFന്റെ ധാരയിലെ ചർച്ച. അതൊക്കെ ഒരു ഭാഗത്തെ ചർച്ച. മറുഭാഗത്തെ ചർച്ച ആരായിരിക്കണം മുഖ്യമന്ത്രി, മന്ത്രിസഭയിൽ ആരൊക്കെ വേണം, എന്താണ് ഇനി മന്ത്രിസഭയുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന വിഷയങ്ങൾ. ഒരുപാട് പേര് മുഖ്യമന്ത്രി ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിയെങ്കിലും ആകാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അത് കൃത്യം പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രഖ്യാപിച്ച മാനിഫെസ്റ്റോ വെറും പ്രഖ്യാപനമായി പോവില്ല. അതിനകത്ത് ഇന്ന് നമ്മുടെ കൂടെ അവതരിപ്പിച്ച അസിത സഹീർ നാളെ എന്തോ വീട്ടിൽ പോകുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഈ ബസ്സിൽ പൈസ കൊടുക്കണ്ടല്ലോ, സ്ത്രീകൾക്ക് ഫ്രീ ആക്കി നമുക്ക് പുരുഷന്മാർക്ക് കൊടുക്കണം. അതെന്നാ പരിപാടിയാ? അല്ലേ, അതിനകത്തൊരു വിവേചനം വേണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയി. അത് ഗണേഷ് കുമാർ പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ സൗജന്യമാക്കി കഴിഞ്ഞാൽ പാപ്പനംകോട് എല്ലാ പൂട്ടുവന്നു. പാപ്പനംകോട് മിക്ക വണ്ടികളെല്ലാം കട്ടപ്പുറത്ത്. അല്ല ഞാൻ പറഞ്ഞത് 1000 KSRTC ഫ്രീ ആക്കും. 1000 രൂപ വെച്ച് ബാങ്കിൽ ഇതെല്ലാം കഴിഞ്ഞാൽ ട്രഷറി ഇപ്പൊ തന്നെ പൂച്ച പറ്റിയിടും എന്ന് പറഞ്ഞാല് ഇന്നും പ്രതിപക്ഷത പറയുന്നത് അതൊന്നും വെറുതെ പ്രഖ്യാപനങ്ങളല്ല. അത് നടപ്പാക്കാനുള്ള സമിതിയെ രൂപീകരിച്ചുകൊണ്ട് കൃത്യമായ മോണിറ്ററിംഗ് അടക്കം നടത്തി നടപ്പാക്കാൻ പറഞ്ഞ പ്രഖ്യാപനം തന്നെയാണ് നടപ്പാക്കാൻ കഴിയും എന്നൊക്കെയാണ് കോൺഫറൻസ്. നമുക്കറിയില്ല എങ്ങനെയാവുന്നുള്ള കാര്യം. എന്തായാലും ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ, ഈ പറയുന്ന വലിയ വാഗ്ദാനങ്ങൾ കേരളത്തിന് മുൻപിലുണ്ട്. ഉറപ്പായും ആ മാനിഫെസ്റ്റോ കൂടി കണക്കിലെടുത്ത് കിട്ടിയ വോട്ടാണത്. മാനിഫെസ്റ്റോ നടപ്പാക്കാൻ UDF അതാരായാലും അത് ബാധ്യസ്ഥമാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ CPM ഇനി എന്താ എന്ന ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. CPM SK ഇവിടെ പ്രതിപക്ഷ നേതാവ് ആരെ എന്ന ചോദ്യം അവിടെ ഉറപ്പായി നടക്കണം. അതുണ്ടേ പറ്റുള്ളൂ. പാർട്ടിയിൽ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള അറിയേണ്ടത്. SK MV ഗോവിന്ദൻ സംസാരിച്ചു, അവിടെ MV ജയരാജൻ സംസാരിച്ചു. എല്ലാവരും സംസാരിക്കുമ്പോൾ ഉണ്ടായ പിഴവുകൾ സാധാരണഗതിയിൽ MV ഗോവിന്ദനൊക്കെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഉണ്ടായത്. ഇന്ന് എല്ലാം തുറന്നു പരിശോധിക്കും എന്ന് പറഞ്ഞാൽ പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ തുറന്നു പരിശോധിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ തുറന്ന ചർച്ചകളിലേക്ക് പാർട്ടി പോകണം, പാർട്ടി പോകട്ടെ, എന്നാൽ മാത്രമേ തിരിച്ചു വരൽ സാധ്യമാവൂ. അപ്പൊ ഗോപി, എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ സമയമാക്കുന്നു. നമ്മൾ 24 റൗണ്ടപ്പിന്റെ ഊഴമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് ആഴത്തിൽ അന്വേഷിക്കുന്ന അതിവിശദമായ ഒരു തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. 24 റൗണ്ടപ്പാണ്. 24 റൗണ്ടപ്പുമായി അമൃത പടിക്കാലും കൃഷ്ണ ചെറിയാനും തത്സമയം നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോ കാക്കനാട് നിന്ന് തത്സമയം ചേരുന്നു. കൃഷ്ണ, അമൃത, ഓവർ ടു യു ഗായ്സ്. കലക്കിക്കൊള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.